കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. വെൽക്കം ടു ഉയരെ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. നമ്മൾ ഇന്ന് ഉയരയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള പക്ഷേ നമ്മൾ കൊതിക്കുന്ന ഒരു കോഴ്സിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ മെത്തേഡിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കേൾക്കാനായിട്ട് പോകുന്നത്. പക്ഷേ ഈ ഒരു മെത്തേഡ് എസ്പെഷ്യലി കോട്ടയത്തേക്കൊരാണെങ്കിൽ ഇത്തരം ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഇത്തരം ഒരു കൾച്ചർ വളരെ കുറവാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് എത്രമാത്രം സത്യമാണ്, അല്ലെങ്കിൽ ഇതിന്റെ സാധ്യതകൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് നമ്മുടെ കൂടെ ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. വി ഹാവ് അനു ജോർജ്, ഫാക്കൽറ്റി ഓഫ് കിൻഡർഗാർട്ടൻ സെക്ഷൻ ഫ്രം KE ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, മാന്നാനം. മാം, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. യെസ്, നമ്മൾ ഇതുവരെ എന്തിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത് എന്നുള്ളത് നമ്മൾ ഇതുവരെ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. നമ്മൾ ഇന്ന് മോണ്ടിസോറിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ മോണ്ടിസോറി കരിക്കുലത്തെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ചോദിക്കാനായിട്ടുള്ളത്, എത്ര വർഷമായി മാം ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്? അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു കൾച്ചർ എത്രമാത്രം സ്വീകാര്യത കിട്ടുന്നുണ്ട് ഈ ഒരു കൾച്ചറിന്? ഞാനിപ്പം മോണ്ടിസോറി സ്കൂളുകളിൽ ഒരു 10-12 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ടു ബി എക്സാക്ട് പിള്ളേരായിട്ട് കൂടുതൽ ഇൻവോൾവ് ആയിട്ടുള്ള 3 to 5 years ആണ് എനിക്കുള്ളത്, കുട്ടികളുടെ കൂടെ ഇടപെടിയുള്ളത്. അപ്പം മോണ്ടിസോറി സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ആൾക്കാർക്ക് അത് കേൾക്കുമ്പോഴത്തേക്കും ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. ഓക്കെ, മോണ്ടിസോറി സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രഡീഷണൽ വേ ആയിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്, വേറെ ടൈപ്പ് ടീച്ചിങ് മെത്തേഡാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, പാരൻസിന് അറിയാം, സ്കൂളുകൾക്കൊക്കെ അറിയാം. പക്ഷേ അതിൻ്റെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മലയാളി കൾച്ചർ അത്രയ്ക്ക് ലിബറൽ അല്ല, അത്ര ഓപ്പൺ അല്ല മോണ്ടിസോറി സിസ്റ്റം നമ്മളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. പക്ഷേ അറ്റ് ദ സെയിം ടൈം പാരൻസിന് ഈ സിസ്റ്റം കുട്ടികൾക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹവും ഉള്ള കൂട്ടത്തിലാണ്. അതെ, 2 തരത്തിലുള്ള ആളുകളുണ്ടല്ലേ. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇതിന്റെ ഒരു അക്നോളജ്മെന്റ് ഒരു പക്ഷേ ഇതിനൊരു കാരണമായി മാറാം അല്ലേ. എന്താണ് മോണ്ടിസോറി, അല്ലെ എന്താണ് ഇതിലൂടെ കുട്ടികൾക്ക് ലഭിക്കുന്നത് എന്നുള്ളത് പല പേരൻസിനും അറിയാതെ വരുന്ന സാഹചര്യമുണ്ട്. ഇത് അറിഞ്ഞ ചില പേരൻസ് ഇത് അന്വേഷിച്ച് പോയി കുട്ടികളെ അവിടെ ജോയിൻ ചെയ്യുന്ന, അഡ്മിഷൻ എടുക്കാറുണ്ട് എന്നുള്ളത് തോന്നുന്നുണ്ട്. അപ്പം ജോ പറഞ്ഞത് കറക്റ്റാണ്. മോണ്ടിസോറിയുടെ ഗുണങ്ങൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാരൻസ് അത് കിട്ടിയാൽ, കാര്യം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്കം, അതിൻ്റെ ഫലങ്ങൾ കുറച്ച് പതിയെ മോണ്ടിസോറി മെത്തേഡിൽ കിട്ടത്തുള്ളൂ, ട്രഡീഷണൽ മെത്തേഡ് നമ്മൾ സാധാരണ ചെയ്യുന്ന മെത്തേഡിൽ വെച്ച് നോക്കുമ്പം. പക്ഷെ അതിൻ്റെ ശരിക്കുള്ള ഔട്ട്കം കുട്ടികൾക്ക് എന്തുമാത്രം ഫലം ഉണ്ടാക്കും എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പാരൻസ് തീർച്ചയായും മോണ്ടിസോറി സിസ്റ്റമേ അവർ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. യെസ്, അപ്പം നമ്മൾ ഇന്ന് ഉയരയിലൂടെ എന്താണ് മോണ്ടിസോറി ലേണിംഗ് മെത്തേഡ്, അല്ലെങ്കിൽ ഈ ട്രഡീഷണൽ മെത്തേഡിൽ നിന്ന് ഇത് എങ്ങനെ വ്യത്യസ്തമായി മാറുന്നു തുടങ്ങിയതൊക്കെ നമ്മളിന്ന് കേൾക്കാനായിട്ട് പോവുകയാണ്. അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് കേൾക്കാനായിട്ട് പോവുകയാണ്. കുട്ടികൾക്ക് അത് എങ്ങനെയാണ് ബെനഫിഷ്യൽ ആയി മാറാനായിട്ട് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഉടനീളം ഉയരയിലൂടെ ഇനി കേൾക്കാനായിട്ട് പോകുന്നു. നമ്മുടെ കൂടെ നമ്മുടെ അനു മാം ഉണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. മാം, വൺസ് അഗെയിൻ വെൽക്കം ടു ദ ഷോ. താങ്ക് യു. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ എന്ന് നമ്മൾ എടുത്തെടുത്ത് ഉയരയിൽ ഇങ്ങനെ പറയുമ്പോൾ ഇതിനൊരു ബേസ് ഉണ്ട്. എന്തൊരു പഠനത്തിലാണെങ്കിലും അല്ലെ എന്തൊരു കാര്യത്തിലാണെങ്കിലും ഒരു അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനം ഏറ്റവും മികച്ചതാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്ഥലമായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളായിക്കോട്ടെ, അത് ഏറ്റവും ബെസ്റ്റിലേക്ക് മാത്രമായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കിട്ടാനായിട്ട് അവർക്കൊരു വഴി ഒരുക്കുകയാണ് ഈ ഒരു അടിസ്ഥാനത്തിലൂടെ. അപ്പം നമ്മൾ ഈ അടിസ്ഥാനത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. നമ്മൾ ഇന്ന് ഉയരയിൽ സംസാരിക്കുന്നത് മോണ്ടിസോറി കരിക്കുലത്തെ കുറിച്ചാണ്. എന്താണ് മോണ്ടിസോറി TTC, അതുപോലെ തന്നെ മോണ്ടിസോറി ലേണിംഗ് മെത്തേഡ് എന്താണ്, മറ്റ് ട്രഡീഷണൽ മെത്തേഡിൽ നിന്ന് ഇത് എങ്ങനെ വ്യത്യസ്തമാകുന്നു തുടങ്ങിയ കാര്യങ്ങൾ സംസാരിക്കാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് അനു ജോർജ്, ഫാക്കൽറ്റി ഓഫ് കിൻഡർഗാർട്ടൻ സെക്ഷൻ ഫ്രം KEIMS, മാന്നാനം. മാം, എന്താണ് മോണ്ടിസോറി ലേണിംഗ് മെത്തേഡ്, അല്ലെങ്കിൽ മോണ്ടിസോറി TTC എന്താണെന്ന് നമുക്ക് പിന്നീട് വരാം. ആദ്യം മോണ്ടിസോറി ലേണിംഗ് മെത്തേഡ് എന്താണ്, മറ്റ് ട്രഡീഷണൽ മെത്തേഡിൽ നിന്ന് ഇതെങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കുന്നത്? വളരെ നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു ജോ. കാര്യം നമ്മുടെ ക്ലാസ് റൂംസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ട്രഡീഷണൽ ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ അവിടെ ടീച്ചർ, കുട്ടി, അവർ ടീച്ചറാണ് അതിൽ മുന്നോട്ട് നിൽക്കുന്നത്. അത് ടീച്ചർ പറയുന്ന എന്താണോ അതാണ് കുട്ടികൾ ചെയ്യുന്നത്. കുട്ടികൾ അടങ്ങിയിരിക്കണം, സീറ്റിൽ തന്നെ ഇരിക്കണം, ഒരു അനക്കവും വരാൻ പാടില്ല. അങ്ങനത്തെ ഒരു ക്ലാസ് റൂമാണ് സാധാരണ നമ്മൾ കണ്ടിരിക്കുന്നത് ട്രഡീഷണൽ വേ ഓഫ് മെത്തേഡ്. പിന്നെ ചില സമയത്ത് ക്ലാസ് റൂമിൻ്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. 25, 30, 35, ചില ക്ലാസ്സിലേക്ക് 40 വരെ ചില സ്കൂളുകളിലൊക്കെ ഉണ്ട്. പക്ഷേ മോണ്ടിസോറി മെത്തേഡ് അനുസരിച്ചിട്ടാണെങ്കിൽ അവർ പറയുന്നത് ഒരു ഏജ് ഗ്രൂപ്പാണ് വെക്കുന്നത്. 3 to 7 years ആണ് സാധാരണ വരുന്നത്. ആ ഏജ് ഗ്രൂപ്പിൽ നമ്മുടെ ട്രഡീഷണൽ ക്ലാസ് റൂമിലാണെങ്കിൽ അത് പറ്റത്തില്ല. LKG-ലാണെങ്കിൽ 4 to 5, UKG-ലാണെങ്കിൽ 5 to 6, അങ്ങനത്തെ ഒരു ഏജ് ഗ്രൂപ്പ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്.
മോണ്ടിസോറിൽ ഈ ഒരു ഏജ് ഗ്രൂപ്പ് വെക്കാൻ കാര്യം നമ്മൾ കുട്ടികൾക്കാണ് ഫ്രീഡം കൊടുത്തിരിക്കുന്നത്. കുട്ടികൾക്കാണ് അവിടെ മുൻതൂക്കം. ടീച്ചർ ജസ്റ്റ് ഒരു ഫെസിലിറ്റേറ്ററാണ്. കുട്ടികൾക്ക് തന്നെത്താനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് പഠിക്കും. ആ ചെയ്ത് പഠിക്കുന്നതിൽ അവർക്ക് എന്തെങ്കിലും പോരായ്മകൾ വരുവാണ്, അവർക്കത് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളോട് ഹെൽപ്പ്, അതായത് റിപ്പീറ്റഡ് ആയിട്ട് തുടർച്ചയായിട്ടൊരു മിസ്റ്റേക്ക് വരുത്തുമ്പം ആണ് ടീച്ചർ അവിടെ ഇൻവോൾവ് ആവുന്നത്. കുട്ടികൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ ഞങ്ങൾക്ക് മോണ്ടിസോറിലൊരു മെയിൻ മോണ്ടിസോറി എന്ന് പറയുമ്പോൾ തന്നെ ഒരു പിങ്ക് ടവർ, മോണ്ടിസോറി കോഴ്സ് അറിയാമെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 ബ്ലോക്സ് ആണ്, 10 കട്ടകൾ ഇങ്ങനെ ഒന്നിൻ്റെ പൊക്കത്ത് ഒന്നായിട്ട് വെക്കുക. കുട്ടികൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കളിയാണത്. പക്ഷേ കുട്ടികൾക്ക് മനസ്സിലാവണം, ഏറ്റവും വലിയ കട്ടയായിട്ട് വെച്ചിട്ട് അടി വെച്ച് അതിൻ്റെ പൊക്കത്ത് അതിനേക്കാളും ചെറുത് വെച്ച് അങ്ങനെ വെച്ച് ഏറ്റവും മുകളിൽ ചെറുത് വന്നെങ്കിൽ അത് ഒരു ടവർ പോലെ നിൽക്കത്തുള്ളൂ. പക്ഷെ ആദ്യം ചെയ്യുമ്പം ചിലപ്പം 5ാമത്തേതായിരിക്കാം താഴെ വെക്കുന്നത്, അതിൻ്റെ പൊക്കത്ത് 1ാമത്തേത് വെച്ച് എൻ്റെ ഏറ്റവും മുകളിൽ 10ാമത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇരിക്കത്തില്ല. അപ്പോൾ പിള്ളേരത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് പഠിക്കുന്നത്. പക്ഷെ ലേൺ ബൈ മിസ്റ്റേക്സ്, അല്ലെങ്കിൽ തെറ്റ് വരുത്തും അവർ. പക്ഷെ അത് ചെയ്ത് പിള്ളേർ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കുക. ഇപ്പോൾ ട്രഡീഷണൽ മെത്തേഡിൽ അങ്ങനെയല്ല. ടീച്ചർ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ പഠിക്കുക, സ്റ്റാൻഡിങ് ലൈൻ 2 സ്റ്റാൻഡിങ് ലൈൻ വരച്ച് ഒരു സ്ലീപ്പിംഗ് ലൈൻ നടുക്കൂടെ വരയ്ക്കുമ്പോൾ ആയി നമ്മൾ പറഞ്ഞു കൊടുക്കുക ചെയ്യുന്നത്. പക്ഷേ മോണ്ടിസോറി മെത്തേഡിൽ അങ്ങനെയല്ല. നമുക്കൊരു സാൻഡ് പേപ്പർ ആക്ടിവിറ്റി ഉണ്ട്. കുറച്ചും കൂടെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ പണ്ടത്തെ ആശാൻ കളരിയിലുള്ള ആൾക്കാർ കല്ലിലും അരിയിലൊക്കെ എഴുതും, എഴുതും. ഇപ്പോൾ എന്തുവാ സെൻസസ് ഉപയോഗിച്ച് നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പഠിക്കുന്നത്. ഇപ്പോൾ എഴുതുമ്പം എന്നുള്ളത് കയ്യിൽ അരം പോലത്തെ സാധനത്തിൽ കൂടെ എഴുതുമ്പം കുട്ടികളുടെ മനസ്സിലേക്ക്, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് പതിയോ ചെയ്യുന്നത്. അപ്പോൾ എഴുതി കഴിഞ്ഞത് എത്രയാണെങ്കിലും അത് മാഞ്ഞു പോകത്തില്ല. എത്ര ഉറക്കത്തിൽ നിന്ന് ചോദിച്ചാലും കുട്ടികൾക്ക് അത് നന്നായിട്ട് പറയാൻ സാധിക്കും. അപ്പോൾ ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്. നമുക്കിതിനുള്ളൊരു അവസരം ഇവിടെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫാമിനെ പറ്റി പഠിക്കാൻ ഒരു ഇപ്പോൾ ആപ്പിളിനെ പറ്റി പഠിക്കാനാണെങ്കിൽ ആപ്പിൾ എടുത്ത് കയ്യിൽ കൊടുക്കുക ചെയ്യുന്നത്. കയ്യിൽ കൊടുത്തിട്ട് അത് കടിച്ചു അതിൻ്റെ കളർ നോക്കും, അതെങ്ങനെ ഇരിക്കുന്ന ഷേപ്പ് പിടിച്ചു നോക്കും, ഒന്ന് കടിച്ചിട്ടൊരു ബൈറ്റ് എടുക്കാൻ പറയും. സ്വീറ്റ് ആണോ, ഇപ്പോൾ ബിറ്റർ ഗോഡ് പാവയ്ക്ക ആണെങ്കിലും കടിച്ചു നോക്കുമ്പോൾ കയ്പ്പ്. അങ്ങനെയൊക്കെയാണ് മോണ്ടിസോറി സിസ്റ്റത്തിൽ പിള്ളേർ പഠിക്കുന്നത്. ഇപ്പോൾ പോസ്റ്റ് ഓഫീസിനെ പറ്റി പഠിക്കാനാണെങ്കിൽ കുട്ടികളെ കൊണ്ടല്ലേ അവരുടെ തന്നെ അഡ്രസ്സ് എഴുതിയിട്ട് പിള്ളേരെ കൊണ്ട് പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് ബോക്സിൽ ഇടിയിക്കും. എന്നിട്ട് 2 ദിവസം കഴിയുമ്പോൾ അവർക്ക് തന്നെ ആ ലെറ്റർ കിട്ടും. അപ്പോൾ അവർക്കറിയാം പോസ്റ്റ് ഓഫീസിൻ്റെ ഉപയോഗം എന്താണ്. അങ്ങനെ ശരിക്കും റിയാലിറ്റി വൈസ് അവർ ശരിക്കും റിയാലിറ്റി കൂടെ ജീവിച്ചാണ് അവർ ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് സമയമെടുക്കും. പക്ഷെ നമുക്ക് ട്രഡീഷണൽ മെത്തേഡിൽ അതിന് സാഹചര്യമില്ല. യെസ്, അവിടെ നമുക്കൊരു സഡൻ റിസൾട്ട് വരും. പക്ഷെ ഇവിടെ നമ്മൾ എന്താ ഒരു എവല്യൂഷൻ അല്ലേ, കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കിയാ പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സൂര്യനെ പറ്റി പഠിക്കാനാണെങ്കിൽ ക്ലാസ് റൂംസിലാണെങ്കിൽ ചിലപ്പോൾ ബോർഡിൽ ഒരു സണ്ണിനെ വരച്ചു കൊടുക്കും, സണ്ണാണ് ചൂടാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അതേ സമയത്ത് ഈ കുട്ടികളെ ഒന്ന് പുറത്ത് കൊണ്ടുപോയിട്ട് സണ്ണിനെ പകൽ സമയത്താണെങ്കിൽ രാവിലെ ആണെങ്കിൽ സണ്ണിന് അത്രയും സൂര്യൻ അത്രയും പ്രകാശം ഇല്ലാത്തതുകൊണ്ട് സൂര്യനിലേക്ക് കുറച്ചൊക്കെ നോക്കാൻ പറ്റും. ഉച്ച സമയത്തേക്ക് നോക്കാൻ പറ്റുമോ? അത്രയ്ക്ക് ബ്രൈറ്റ്, ഭയങ്കര ചൂട്, പിള്ളേർക്ക് തന്നെ ചൂട് ഫീൽ ചെയ്യും. പിള്ളേർ ഓട്ടോമാറ്റിക്കലി പഠിച്ചു, പുറത്തു പോയി സണ്ണിനെ കണ്ട് അവർക്ക് ചൂട് കിട്ടും, ഭയങ്കര വെട്ടവാ. അന്ന് രാത്രി കുട്ടികളെ കൊണ്ടുപോയിട്ട് സണ്ണുണ്ടോയെന്ന് വെച്ചാൽ സണ്ണ് അവിടെ ഇല്ല. അപ്പോൾ പിള്ളേരെന്ത് പഠിച്ചു? സണ്ണ് രാത്രിയില്ല, പകലാണ് ഉള്ളത്. അപ്പോൾ രാത്രി എന്താ ഉള്ളത്? മൂൺ. അപ്പോൾ അത് തമ്മിൽ ഡിഫറൻസും പഠിച്ചു. ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, തന്നെ പിള്ളേരങ്ങ് പഠിക്കുക. അവർ തന്നെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് അവർക്ക് ഉത്തരം പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ അത് ഇച്ചിരി ലോങ് പ്രോസസ്സാണ്. ട്രഡീഷണൽ മെത്തേഡ് വരുമ്പം നമുക്ക് ക്ലാസ് റൂമിൽ ഇരുത്തി ഇതൊക്കെ പറഞ്ഞു കൊടുക്കൽ മാത്രമേ ഉള്ളൂ. അതെ, ഇപ്പം മാം റിയാലിറ്റി റിയൽ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ളത് ഇതാണ് സംഭവം എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുന്നു. ബട്ട് ഇൻ മോണ്ടിസോറി ടീച്ചിങ് വരുവാണെങ്കിൽ അവിടെ നമ്മൾ ഇതാണെന്നുള്ളത് അവരുടെ കയ്യിൽ, ഇപ്പം മാം പറഞ്ഞ പോലെ തന്നെ സെൻസ് ചെയ്ത് അവർക്കത് എന്താണ് മനസ്സിലാക്കാനായിട്ട് വിധം നമ്മൾ അതിനെ പഠിപ്പിക്കുന്നു എന്നുള്ളത് ശരിക്കും തറവായിട്ട് മനസ്സിലേക്ക് അത് കയറി അവർ ജീവിതകാലത്തിൽ മറക്കത്തില്ല. അതെ, ഓക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ആക്ച്വലി മാം പറഞ്ഞ പോലെ ഈ ഒരു മോണ്ടിസോറിയുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പിരമിഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു സാൻഡ് പേപ്പർ കൊണ്ടുള്ള ലെറ്റേഴ്സ് ആയിക്കോട്ടെ, അപ്പം അതൊക്കെ ഇപ്പം മാം പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്കത് അവർ എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം ടീച്ചർ എഴുതിയായിരുന്നു നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അല്ലേ. നമ്മുടെ ടീച്ചർ കയ്യിൽ പിടിപ്പിച്ച് ഇങ്ങനെ എഴുത് എന്ന് പറഞ്ഞ് എഴുതിപ്പിക്കുമായിരുന്നു. നമ്മൾ ഭയങ്കര കരഞ്ഞ് എനിക്ക് അറിഞ്ഞുകൂടാ എന്നൊക്കെ പറഞ്ഞ്, ഇപ്പം ഒരുപാട് ഇൻസ്റ്റാഗ്രാം റീലൊക്കെ ആണെങ്കിലും മറ്റുള്ള ബി വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റീൽസ് ഒക്കെ. അപ്പം കുട്ടികളെ അങ്ങനെ ഫോഴ്സ് ചെയ്യാതെ എന്താണെന്നുള്ളത് അവർ തന്നെ മനസ്സിലാക്കി പഠിപ്പിക്കുന്ന ഒരു എഡ്യൂക്കേഷണൽ മെത്തേഡാണ് മോണ്ടിസോറി. അപ്പം ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതായിട്ടുണ്ടല്ലേ. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടെ ഉള്ളത്, പിള്ളേർക്ക് മൂവ്മെന്റ് ആണ്. ട്രഡീഷണൽ ക്ലാസ് റൂമിലെ കസേരയിൽ ഇരുന്നോണം, അനങ്ങാൻ സാധിക്കത്തില്ല. ഇവിടെ അങ്ങനെയല്ല, പിള്ളേർക്ക് മൂവ്മെന്റ് ഉണ്ട്. കാര്യം നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ ക്ലാസ്സിൽ കാണും, മിണ്ടാതെ അടങ്ങിയിരിക്കുന്ന കുട്ടികളും കാണും. പക്ഷെ ശരിക്കും നമ്മൾ ടീച്ചർ എന്ന നിലയിൽ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ
ഈ ഓടി നടക്കുന്ന കുട്ടികൾക്കാണ് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം പറയാൻ സാധിക്കുന്നത്. അവരെവിടെ നിർത്തി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരം പറയും. എന്നാൽ മിണ്ടാതെ അടങ്ങിയിരിക്കുന്ന കുട്ടികളാണെങ്കിലോ ആലോചിച്ച് കുറച്ച് സമയം എടുത്തിട്ട് ഉത്തരം പറയുള്ളൂ. കാരണം ബോഡി മൂവ്മെൻറ്റും പഠനമായിട്ട് വളരെ കണക്ഷനുണ്ട് അവിടെ വരുന്നത്. ഓക്കെ ഓക്കെ. അപ്പം എന്തായാലും നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ ഒരു എഡ്യൂക്കേഷണൽ രീതിയെ തന്നെ ഈ മോണ്ടിസോറി ട്രെയിനിങ് മെത്തേഡ് മാറ്റിക്കൊണ്ടിരിക്കുന്ന പോലെ തോന്നുന്നത്. ഇപ്പം നമുക്കിത് കേൾക്കുമ്പോൾ പക്ഷേ എനിക്കിത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പക്ഷേ എന്നെപ്പോലെ ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സാധ്യതകൾ എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് ഇനിയും അറിയേണ്ടതായിട്ടുണ്ട്. കേൾക്കാം ഉയരയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് ജോ ആണ്. നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് അനു ജോർജ്, ഫാക്കൽറ്റി ഓഫ് കിൻഡർ ഗാർഡൻ സെക്ഷൻ ഫ്രം KE ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, മാന്നാരം. മാം, നമ്മൾ മോണ്ടിസോറി ലേണിംഗ് മെത്തേഡിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഇത് ട്രഡീഷണൽ മെത്തേഡിൽ നിന്ന് മാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് വ്യത്യസ്തമാക്കുന്നത് എന്നുള്ളത് കേട്ട് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആൻഡ് ഇനി പഠിക്കാനുള്ള അല്ലെങ്കിൽ ഇനി അറിയാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ഈ ഒരു മോണ്ടിസോറി ടീച്ചിങ്ങിലൂടെ അല്ലെങ്കിൽ മോണ്ടിസോറി കരിക്കുലത്തിലൂടെ കുട്ടികൾ പഠിക്കുന്നത് എന്തൊക്കെയാണ്. ഇപ്പം മാം പറഞ്ഞു സെൻസ് ചെയ്താണ് അവർ ഇപ്പം ആൽഫബറ്റ്സ് പഠിക്കുന്നത്, അല്ലെങ്കിൽ A for ആപ്പിൾ എന്ന് നമ്മൾ പണ്ട് ചൊല്ലിപ്പഠിച്ചതിന് പകരം അവരെന്താണ് ആപ്പിൾ എന്ന് അവർ ടച്ച് ചെയ്ത് അതിനെ തൊട്ട് നോക്കി അതിൻ്റെ സർക്കിൾ എന്ത് ഷേപ്പാണെന്നുള്ളത് മനസ്സിലാക്കിയാണ് പഠിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാം പറഞ്ഞു. അപ്പം അതുപോലെ തന്നെ മറ്റെന്തൊക്കെ കാര്യം ഞാനിപ്പോൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഇപ്പം ചെയർ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ ചെയർ എങ്ങനെയാണ് ഇപ്പം ഇരിക്കാൻ നേരം പുഷ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ മുതൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം എന്തൊക്കെയാണ് ഈ ഒരു മോണ്ടിസോറി ലേണിംഗ് പഠിച്ചൊരു കുട്ടിക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരാനായിട്ട് സാധ്യതയുള്ളത്? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മോണ്ടിസോറി ക്ലാസ് റൂംസിൽ ശരിക്കുമുള്ള ഒരു ഐഡിയൽ മോണ്ടിസോറി ക്ലാസ് റൂമിൽ വരുന്നത് 3 to 7 years ഏജ് ഗ്രൂപ്പാണ് വരുന്നത്. അതിൽ 3 to 6 years എന്ന് പറഞ്ഞാൽ മരിയ മോണ്ടിസോറി എന്ന് പറഞ്ഞ ഒരു ഫിസിഷ്യൻ, ഇറ്റാലിയൻ ഫിസിഷ്യനാണ് ഈ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ മോണ്ടിസോറി സിസ്റ്റം എന്ന പേര് തന്നെ വരുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഒരു അബ്സോർബൻ മൈൻഡ്, അത് എന്ത് കിട്ടിയാലും കുട്ടികൾ പെട്ടെന്ന് അബ്സോർവ് ചെയ്തെടുക്കും. ലൈക്ക് ഇപ്പം നമ്മൾ വെള്ളം കിടക്കുവാണ്, വെള്ളത്തിലേക്ക് ഒരു സ്പോഞ്ച് ഇട്ട് അല്ലെങ്കിൽ ഒരു ഉണങ്ങിയ തുണി ഇട്ട് പെട്ടെന്ന് അബ്സോർവ് ചെയ്തെടുക്കത്തില്ലേ, അല്ലെങ്കിൽ ഒരു ക്യാമറ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ പടം കിട്ടും. അതേപോലെ നമ്മൾ എന്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും അത് പെട്ടെന്ന് കുട്ടികൾ ഗ്രാസ്പ് ചെയ്തെടുക്കും. അപ്പോൾ അത് കുട്ടികൾക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്തുവാ, കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നമുക്ക് നേരെ കൊണ്ട് പെൻസിൽ പിടിപ്പിക്കാൻ പറ്റത്തില്ല. ഞാൻ ചെറുതായിട്ട് നമ്മുടേതായ രീതിയിൽ ആൾക്കാർക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ പറയുവാണ്. നമ്മൾ പെൻസിൽ പിടിക്കുന്ന രീതി നമ്മൾ കണ്ടിട്ടുണ്ട് പല രീതികൾ സംസാരിച്ച്. ചിലരിങ്ങനെ കൈ ഇങ്ങനെ മടക്കി പിടിക്കും. കറക്റ്റായിട്ടുള്ള 3 ഫിംഗർ കൊണ്ട് പിടിക്കുന്നത് വളരെ ചുരുക്കമാണ്. പക്ഷെ അതിന് നമ്മൾ നേരെ മോണ്ടിസോറി സിസ്റ്റത്തിൽ നമ്മൾ ഒരിക്കലും നേരെ പെൻസിൽ കയ്യിലൊക്കെ കൊണ്ട് കൊടുക്കത്തില്ല. അതിൻ്റെ പകരം കുറച്ച് നമ്മൾ ഡേ ടു ഡേ ചെയ്യുന്ന കുറേ ആക്ടിവിറ്റീസാണ് പിള്ളേർക്ക് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ പിള്ളേരുടെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടാൻ പഠിപ്പിക്കും. ആ 3 വിരലുകൾ കൊണ്ടാണ് ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടുകയും ഊരുകയും ചെയ്യുന്നത്. പിന്നെ ഷൂ ലേസ്, തന്നെത്താനെ ഷൂസ് കെട്ടണം, ഷൂ ലേസ് ഊരണം. ട്രഡീഷണൽ മെത്തേഡിലാണെങ്കിൽ അവർ ആരും അത് ചെയ്യുന്നില്ല. പാരൻസ് തന്നെ ഉടുപ്പിടിച്ച് വിടും, ഷൂസ് ഇട്ട് വിടും, ബാഗ് പാക്ക് ചെയ്യും. മോണ്ടിസോറി മെത്തേഡിൽ കുട്ടികൾ തന്നെ അവരുടെ സാധനങ്ങൾ എടുത്ത് വെക്കും. ഇപ്പോൾ കളിക്കുവാണെങ്കിൽ ഈ ക്ലാസ് റൂംസിൽ കുറേ അപ്പാരറ്റസ് ഉണ്ട് കളിക്കാൻ വേണ്ടി, അത് ഷെയർ ചെയ്യാൻ പഠിക്കും. ഇപ്പോൾ 20 കുട്ടികളുള്ള ക്ലാസ് റൂം ആണെങ്കിൽ 20 പേർക്കും അപ്പാരറ്റസ് ഇല്ല, 1 അല്ലെങ്കിൽ 2 അപ്പാരറ്റസേ കാണത്തുള്ളൂ. പക്ഷേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അപ്പാരറ്റസ് കാണും. ആ അപ്പാരറ്റസുകൾ ഉപയോഗിച്ച് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാതെ, ഇപ്പോൾ ഒരാൾ ഉപയോഗിക്കുകയാണെങ്കിൽ അയാൾ ഉപയോഗിച്ച് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി പിള്ളേർക്ക് തന്നെ ഉണ്ടാവും. അത് ഉപയോഗിച്ച ശേഷം അടുത്ത ആൾക്ക് കൊടുത്തിട്ട് അടുത്ത അപ്പാരറ്റസ് എടുക്കുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യുക. പിന്നെ 3 വയസ്സുള്ള കുട്ടി 6 വയസ്സുള്ള കുട്ടി, അപ്പോൾ 3 വയസ്സുള്ള കുട്ടി ഒരു മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ 6 വയസ്സുള്ള കുട്ടി അത് കണ്ട്, ഇപ്പോൾ നമ്മൾ വീടുകളിൽ ചെയ്യത്തില്ലേ, മുതിർന്ന കുട്ടികൾ ചില കുട്ടികൾ ഹെൽപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഇവരെ അങ്ങോട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സ്നേഹിക്കാനും കെയർ ചെയ്യാനും ഷെയർ ചെയ്യാനും അങ്ങോട്ട് ഒത്തിരി പഠനം തന്നെയല്ല, എഡ്യൂക്കേഷനിൽ ബുക്കിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഒരു സമൂഹത്തിൽ എങ്ങനെ വളരണമെന്നുള്ള കാര്യങ്ങളും കൂടി മോണ്ടിസോറി മെത്തേഡിലൂടെ പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. നമുക്കൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നമ്മൾ അവിടെ മുതലേ ഒരു മ്യൂച്വലി എങ്ങനെ റെസ്പെക്ട് ചെയ്യാം, എങ്ങനെ ഷെയറിംഗ് മെന്റാലിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ടീച്ചേഴ്സിന് നമ്മൾ അടിക്കുക അല്ലെങ്കിൽ പിള്ളേരുടെ വഴക്കുണ്ടാക്കുക, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കുട്ടികൾ തന്നെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി, ഇപ്പം എൻ്റെ ഈ ഉപയോഗം കഴിയുമ്പോൾ അടുത്ത ആൾക്ക് അത് ആവശ്യമുണ്ട്,
അത് അപ്പം വെയിറ്റ് ചെയ്യാൻ പഠിക്കുക. നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പിള്ളേർക്ക് ആർക്കും വെയിറ്റ് ചെയ്യാനുള്ള ഇതില്ല. അതെ, ഒരു സമയമില്ല. ഇപ്പം ഷെയർ ഇടുന്നതിനെ പറ്റി ചോദിച്ചു. ഷെയർ അതൊരു റൂള്. നമ്മൾ എണീറ്റ് കഴിയുമ്പോഴത്തേക്കും ഷെയർ ഉന്തി ടേബിളിൻ്റെ അടിയിലേക്ക് വെക്കണം. അല്ലെങ്കിൽ ഒരു ബെല്ലടിക്കുമ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവർ തന്നെ ടൈഡ് ചെയ്യും. അതിൻ്റെ ക്ലാസ് റൂമായിട്ട് ഇട്ടിട്ട് പോവല്ലേ ചെയ്യുന്നത്. അവർ തന്നെ ടൈഡ് അപ്പ് ചെയ്ത് ഓരോ ബാസ്ക്കറ്റിലാക്കി 2 കൈ കൊണ്ട് ബാസ്ക്കറ്റ് എടുത്ത് ഷെൽഫിൽ കൊണ്ട് അവർ തന്നെ തിരിച്ചു വെക്കുന്നത്. അവർ കുട്ടികൾ പോയി കഴിയുമ്പോൾ ക്ലാസ് റൂം എല്ലാം നീറ്റാണ്. തിരിച്ച് പിറ്റേ ദിവസം ക്ലാസ് വരുമ്പോഴത്തേക്കും അവർക്ക് എന്താണോ, കുട്ടികൾക്ക് എന്ത് അപ്പാരറ്റസ് ആണോ വേണ്ടത് അവർ തന്നെയാണ് പോയി എടുക്കുന്നത്. അല്ലാണ്ട് ടീച്ചറല്ല പറയുന്നത് നീ ഇന്നത് പോയി എടുക്കുന്ന, ടീച്ചറല്ല പറഞ്ഞു കൊടുക്കുന്നത്. കുട്ടികൾക്ക് എന്താണ് ആവശ്യം അവരത് എടുത്തുകൊണ്ട് വന്നിട്ടാണ് അവരത് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു എന്താ പറയുക, ഭയങ്കരമായിട്ടും വ്യത്യസ്തമായി നിൽക്കുന്ന ഒന്നല്ലേ. ഇപ്പം നമ്മുടെ വരുന്ന സാഹചര്യം, ഇപ്പം പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഇന്നത്തെ കാലത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന കുറച്ച് കാര്യങ്ങൾ, നമ്മൾ എന്താണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ കറക്റ്റ് ആണ്. കാര്യം മോണ്ടിസോറി സിസ്റ്റത്തിൽ ഞാൻ പറഞ്ഞല്ലോ 3 മുതൽ 6 വയസ്സ് വരെ നമ്മൾ എന്താണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് അതാണ് കുട്ടികളിൽ നിന്ന് പുറത്തേക്ക് പിന്നീടുള്ള ലൈഫിൽ വരുന്നത്. കാര്യം നമ്മൾ പോസിറ്റീവായിട്ടുള്ള വൈബ്സ് കൊടുക്കുവാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് വരും. ആ കുട്ടികൾ അത്രയ്ക്ക് നല്ല മയമുള്ളവരായിരിക്കും, മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്ത് ബിഹേവ് ചെയ്യും. അന്ന് നെഗറ്റീവായിട്ടുള്ള നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, നെഗറ്റീവായിട്ടുള്ള എൻവയോൺമെൻറ്റ് കൊടുക്കുവാണെങ്കിൽ അതേപോലത്തെ നെഗറ്റീവായിട്ടുള്ള പേഴ്സണാലിറ്റി ആയിരിക്കും കുട്ടികളിലേക്കും വരുന്നത്. എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ ഇടപെടേണ്ടത് എന്നുള്ളത് മുതൽ നമ്മൾ മോണ്ടിസോറിയിൽ നിന്ന് മുതലാണ് നമ്മൾ പഠിപ്പിച്ചത്. ഇപ്പം സാധാരണ നമ്മൾ കണ്ടുവരുന്ന അല്ലെങ്കിൽ നമ്മൾ ശീലിച്ച് വരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓക്കെ ഇപ്പോൾ കൊച്ചുങ്ങളല്ലേ അവർ ഇപ്പം കളിച്ചോട്ടെ, ഇല്ലെങ്കിൽ ഇപ്പം ഒരു വഴക്ക് പിടിച്ചോട്ടെ, പേനയിട്ട് എന്നെ കുത്തി എന്നൊക്കെ പറയുമ്പോൾ അമ്മ ഇവൻ എന്നെ കുത്തി എന്നൊക്കെ പറഞ്ഞ് അത് പോട്ടെ കൊച്ചു പിള്ളേരല്ലേ എന്നൊക്കെ നമ്മൾ അവരെ ഇങ്ങനെ മാറ്റി പക്ഷെ അവരുടെ ഇടയിൽ ആ ഒരു കുത്തിയാലും കുഴപ്പമില്ല, അടിച്ചാലും കുഴപ്പമില്ല തുടങ്ങിയ ചിന്തകളൊക്കെ ഇങ്ങനെ വളർന്ന് പിന്നീട് അവർക്ക് എങ്ങനെയാണ് ഒരു സൊസൈറ്റിയിൽ പോയി ഇടപെടേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാതെ പോകുന്നു എന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. എങ്ങനെയാണ് അതിന് സത്യം എന്താണെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇത്തരം ഒരു മെത്തേഡിലൂടെ ഒരു കുട്ടി വളർന്നു വരുമ്പോൾ എങ്ങനെയാണ് സൊസൈറ്റിയിൽ ഇടപെടേണ്ടത്, ഒരാളോട് എങ്ങനെ റെസ്പെക്ട് ചെയ്യാം, ഷെയറിങ് മെന്റാലിറ്റി എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ പഠിക്കുകയാണ്. അവരുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അവർ അറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. സോ എന്തായാലും ഇനി മോണ്ടിസോറി ലേണിങ്ങിനെ കുറിച്ച് ഒരുപാട് കേൾക്കേണ്ടത്. ഇപ്പം നമ്മൾ ഒന്നിനെ കുറിച്ച് അറിഞ്ഞു തുടങ്ങുമ്പോഴായിരിക്കും എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നീട് ഇൻട്രസ്റ്റ് കൂടിക്കൊണ്ടിരിക്കണം. എനിക്ക് ആക്ച്വലി ആ ഒരു സംഭവമാണ് മോണ്ടിസോറി എന്താണെന്നുള്ളത് ഞാനിങ്ങനെ അറിഞ്ഞു തുടങ്ങിയപ്പോൾ അതിനോടുള്ള ഇൻട്രസ്റ്റ് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. നമ്മൾ ഇന്ന് മോണ്ടിസോറിയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മോണ്ടിസോറി ലേണിംഗ് മെത്തേഡിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് അനു ജോർജ്, ഫാക്കൽറ്റി ഓഫ് കിൻഡർഗാർട്ടൻ സെക്ഷൻ ഫ്രം കീംസ് മാന്നാനം. മാം, നമ്മൾ ഈ ഒരു മോണ്ടിസോറി കരിക്കുലത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് മോണ്ടിസോറി, ട്രഡീഷണൽ മെത്തേഡിൽ നിന്ന് എങ്ങനെ മാറി നിൽക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇപ്പം ഈ ഒരു മോണ്ടിസോറി പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം മോണ്ടിസോറി പഠിപ്പിക്കുന്ന ആളുകൾക്കാണ് ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ആ ഒരു കുട്ടികളെ അത്രയും പേര് അല്ലെങ്കിൽ ഇപ്പം ആ ഒരു എമൗണ്ട് ഓഫ് കുട്ടികളെ ഇതാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഒരു ടീച്ചർ അഫ്കോഴ്സ് വേണം. അപ്പം ഈ ഒരു ടീച്ചിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മോണ്ടിസോറി ടീച്ചേഴ്സ് ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. അപ്പം ഈ ഒരു മോണ്ടിസോറി ടീച്ചിങ്ങിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു അധ്യാപന രീതിയിലേക്ക് തുടരാനായിട്ട് താല്പര്യമുള്ളവർക്കുള്ള കോഴ്സുകൾ എന്തൊക്കെയാണുള്ളത്? ഓക്കെ ജോ, ഞാൻ പഠിച്ചത്, ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ആണ് ചെയ്തത്. ഇപ്പം ഞാൻ ചെയ്തത് മരിയ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോട്ടയത്തിൻ്റെ സെൻറ്ററിൽ ഞാൻ പഠിച്ചത്. ഞാൻ പഠിക്കുന്ന സമയത്ത് കോവിഡ് കഴിഞ്ഞ ഉടനെ ആയതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ടായിരുന്നു അവിടെ. ഓൺലൈൻ ക്ലാസ്സസ് പക്ഷേ നമ്മുടെ പ്രാക്ടിക്കൽ സെക്ഷന് ക്ലാസ് റൂമിൽ പോയി ചെയ്യണം. അപ്പോൾ അവിടെ +2 കഴിഞ്ഞ കുട്ടികൾക്കും ഉണ്ട് അപ്പം പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമയല്ല, ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ട്രെയിനിങ്. പിന്നെ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്കാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ട്രെയിനിങ് വരുന്നത്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം പറഞ്ഞാൽ നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷനിൽ വരുമ്പോൾ കുറച്ചും കൂടെ 2-3 പേപ്പേഴ്സ് എക്സ്ട്രാ വരും. അപ്പോൾ അതിൽ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കണം. മോണ്ടിസോറി മെത്തേഡ്സിനെ കുറിച്ച് മാത്രമല്ല നമ്മൾ പഠിക്കുന്നത്, ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുന്നുണ്ട്, പിന്നെ പിള്ളേർക്ക് ന്യൂട്രീഷൻ പഠിക്കുന്നുണ്ട്, ചൈൽഡ് സൈക്കോളജി പഠിക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ കറക്റ്റ് നല്ലൊരു മോണ്ടിസോറി ടീച്ചറാണ് നമുക്ക് സാധിക്കത്തുള്ളൂ. കാര്യം ഒരു മോണ്ടിസോറി ടീച്ചറിന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലവിങ് ആൻഡ് കെയറിങ് ആയിരിക്കണം.
അവർ ഭയങ്കര വരുന്ന കുട്ടികൾ സ്വന്തം കുട്ടികളെ പോലെ കൺസിഡർ ചെയ്ത് നമ്മൾ അവരെ സ്നേഹിച്ചെങ്കിലേ നമുക്ക് ശരിക്കും ഒരു നല്ലൊരു മോണ്ടിസോറി ടീച്ചറാകാൻ പറ്റത്തുള്ളൂ. കാര്യം ഞാൻ പറഞ്ഞിരുന്നു, നമുക്കല്ല കുട്ടികൾക്കാണ് അവിടെ ഇമ്പോർട്ടൻസ് ഒരു ക്ലാസ് റൂമിൽ. നമ്മളുടെ ഒരു ടീച്ചറാണെന്നുള്ളൊരു ഈഗോ നമ്മൾ മാറ്റി നമ്മൾ എളിമപ്പെട്ട് ആ കുട്ടികളുടെ ലെവലിലേക്ക് ഇറങ്ങി ചെന്നെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു മോണ്ടിസോറി ടീച്ചറാകാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഈ 2 കോഴ്സുകളാണ് മെയിനായിട്ടുള്ളത്. ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ട്രെയിനിങ്ങും PG ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ട്രെയിനിങ്. അതൊരു 1 വർഷത്തെ കോഴ്സാണ്. അത് തിയറി മാത്രമല്ല പ്രാക്ടിക്കൽ ക്ലാസ്സുകളും ഒത്തിരി വരും. ഡിപ്ലോമയും 1 year ആണോ ഡ്യൂറേഷൻ? അതെ, 1 year ഡ്യൂറേഷനാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ സ്കൂളുകളിൽ പോയിട്ട് മോണ്ടിസോറി സാധാരണ TTC ചെയ്യുന്ന പോലെ തന്നെ പോയി ക്ലാസ് എടുത്ത് നമ്മൾ ട്രെയിൻഡ് ആയിട്ട് അതെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരും. ഓക്കെ. അപ്പോൾ പിന്നെ മാം, ഈ പഠിക്കാനായിട്ട് നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാരണം ഇപ്പം ഒരുപാട് സ്പാംസ് ഉണ്ട്, ഫ്രോഡുലൻ്റ് ആയിട്ടുള്ളത്. ഇപ്പം റിയാലിറ്റി ഉള്ളതുപോലെ തന്നെ അതിനെതിരെ ബദലായിട്ട് തന്നെ ഇത്തരം സ്കാംസ് ഉണ്ട്. സോ അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് വളരെ ഗുഡ് ക്വസ്റ്റ്യൻ. കാര്യം ഞാനിപ്പോൾ പഠിച്ച സെൻറ്ററിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. അവിടെ ഒരു ഷോർട്ട് കട്ട്സും ഇല്ല. നമ്മളത് പഠിച്ച് ഇപ്പോൾ മരിയ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം ഞാൻ പറഞ്ഞു. കാര്യം അതേപോലെ ടീച്ചർ മോണ്ടിസോറി കോഴ്സുകൾ ഒത്തിരി സ്ഥലങ്ങളിലുണ്ട്. അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പഠിക്കേണ്ടത് ശരിക്കും പഠിച്ച് എല്ലാ ദിവസവും ക്വസ്റ്റ്യൻ ടെസ്റ്റ് ഇട്ട്, ഇവൻ പ്രാക്ടിക്കൽ ടെസ്റ്റ് ആണെങ്കിലും ആ പ്രാക്ടിക്കൽ ടെസ്റ്റ് ചെയ്ത് കാണിച്ചിട്ടേ അവർ നമുക്ക് ഫൈനൽ ടെസ്റ്റിലേക്ക് അവർ നമ്മളെ വിടത്തുള്ളൂ. ഫൈനൽ ടെസ്റ്റ് നടത്തുന്നത് സെൻട്രലിലെ ആൾക്കാരല്ല, പുറത്തുനിന്ന് വരുന്ന ഫാക്കൽറ്റിയാണ്. MECT എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനുണ്ട്. അവരുടെ പുറത്തുനിന്ന ഫാക്കൽറ്റീസാണ് നമ്മൾക്ക് ടെസ്റ്റ് തന്നെ ഇടുന്നത്. ടെസ്റ്റും ഇട്ടും അതും ഓൺലൈൻ ടെസ്റ്റാണ്. ഈ നമുക്ക് എന്താ പറയുക, എൻട്രൻസ് എഴുതുന്ന പോലെ അനങ്ങാൻ സാധിക്കത്തില്ല. ഫുൾ ടൈം മോണിറ്റർ ചെയ്തിട്ട് ആണ് പരീക്ഷ എഴുതുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സെൻറ്റേഴ്സ് പഠിപ്പിക്കുന്നത് കൂടാണ്ട് പ്രാക്ടിക്കൽ നോളജ് എന്തുമാത്രം തരുന്നുണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടി നോക്കണം. ചിലർ ഷോർട്ട് കട്ട്സിന് വേണ്ടി മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും, ക്വസ്റ്റ്യൻസൊക്കെ പറഞ്ഞു തന്ന്. അങ്ങനെയൊന്നുമല്ല, ശരിക്കും നമുക്ക് ബെനിഫിറ്റ് ആക്കുന്ന പോലെ ശരിക്കും മോണ്ടിസോറിയുടെ മെത്തേഡ്സ് മനസ്സിലാക്കാൻ വേണ്ടി അപ്പാരറ്റസ് ഉപയോഗിപ്പിച്ച് നമ്മൾ പഠിപ്പിക്കുന്ന സെൻറ്റേഴ്സ് തിരഞ്ഞെടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഫലമുണ്ടായിരിക്കും. ഓക്കെ. അപ്പം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അത് അവർക്ക് എന്തുമാത്രം ക്രെഡിബിലിറ്റി ഉണ്ട് എന്നൊക്കെ അന്വേഷിച്ചിട്ട് ഒരു കോഴ്സ് തിരഞ്ഞെടുത്താൽ നല്ലതായിരിക്കും. ഓക്കെ. അപ്പം എന്തായാലും മോണ്ടിസോറി ടീച്ചർ ആവാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ കേട്ടു. ആ കോഴ്സ് പഠിക്കാനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് കേട്ടു. ഇനിയും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു മോണ്ടിസോറി ടീച്ചിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ കുറിച്ച് നമുക്കിനി കേൾക്കേണ്ടതായിട്ടുണ്ട്. കേൾക്കാം ഉയരയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. കൂടെയുള്ളത് ജോ ആണ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മോണ്ടിസോറി മെത്തേഡിനെ കുറിച്ചാണ്. മോണ്ടിസോറി ലേണിംഗ് മെത്തേഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്താണ് മോണ്ടിസോറി, എന്താണ് ഇത് കുട്ടികൾക്ക് വരുത്തുന്ന ബെനഫിറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. ആൻഡ് ഇതിന് കാരണഭൂതരായിട്ടുള്ള ടീച്ചേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു മോണ്ടിസോറി ടീച്ചറായി മാറാം തുടങ്ങിയ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് അനു ജോർജ്, ഫാക്കൽറ്റി ഓഫ് കിൻഡർ ഗാർഡൻ സെക്ഷൻ ഫ്രം KE ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, മാന്നാരം. മാം, നമ്മൾ ഈ മോണ്ടിസോറി ടീച്ചേഴ്സിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു പോയിന്റ് മാം പറഞ്ഞു, ഇവരുടെ അല്ലെങ്കിൽ ഈ ഒരു ടീച്ചേഴ്സിന്റെ സ്പെഷ്യാലിറ്റീസ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്പെഷ്യാലിറ്റീസ് എന്താണെന്നുള്ളത് പറഞ്ഞു. അത് ഭയങ്കര ലവ് ആൻഡ് കെയർ ഉണ്ടാവണം തുടങ്ങിയത്. അപ്പം എന്തൊക്കെയാണ് ഈ മോണ്ടിസോറി ടീച്ചേഴ്സിൽ ഉണ്ടാവേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇത് പഠിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഓക്കെ ജോ, നമ്മൾ മോണ്ടിസോറി ടീച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ ആദ്യം തന്നെ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് ട്രഡീഷണൽ ക്ലാസ് റൂം ആയിട്ടല്ല, നമ്മളല്ല, ടീച്ചേഴ്സിനല്ല അവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത്, കുട്ടികൾക്കാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു മോണ്ടിസോറി ക്ലാസ് റൂം അറേഞ്ച്മെൻറ്റിനെ പറ്റി പറഞ്ഞാൽ ഇത് കുറച്ചും കൂടെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമായിരിക്കും. ഒരു മോണ്ടിസോറി ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ലെവലിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കുട്ടികളുടെ ലെവലിലുള്ള ടേബിൾസ്, അതനുസരിച്ച് അവർക്ക് കാര്യം ഞാൻ പറഞ്ഞിരുന്നു, കുട്ടികളാണ് അവർക്ക് വേണ്ട അപ്പാരറ്റസ് എടുത്തുകൊണ്ട് വന്ന് അവർ കളിച്ച്, നമുക്ക് പുറത്തുനിന്നുള്ളവർക്ക് കളിയായിട്ട് തോന്നും, പക്ഷേ അവർ ശരിക്കും പറഞ്ഞാൽ സെൻസ് ഓർഗൻസ് ഉപയോഗിച്ചത് പഠിക്കുക ചെയ്യുന്നത് ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ ബിൽഡിംഗ് ഉണ്ടായിരിക്കും, ഫിക്സിങ് ഉണ്ടായിരിക്കും, ഇതെല്ലാം അവർ പഠിക്കുക ചെയ്യുന്നത്. അപ്പോൾ അത് കൊണ്ടുവരണമെങ്കിൽ കുട്ടികളുടെ ലെവലിലുള്ള ടേബിൾസും ഷെൽഫൊക്കെ ഉണ്ടെങ്കിൽ പറ്റത്തുള്ളൂ. പിന്നെ ഈ വർക്കിംഗ് മാറ്റ് എന്ന് പറയും, ആ മാറ്റിലിരുന്നാണ് കുട്ടികൾ ഇതെല്ലാം ചെയ്യുന്നത്. ചെറിയ സ്റ്റൂളുകളുണ്ടായിരിക്കും, ആ സ്റ്റൂളുകളിൽ വെച്ചിട്ടാണ് കുട്ടികളുടെ ലെവലിലുള്ള
സ്റ്റൂളുകളിൽ വെച്ചിട്ടാണ് ഈ കുട്ടികൾ ഓരോന്ന് ചെയ്യുന്നത്. അവർക്ക് ഇരിക്കണമെങ്കിലും ആ സ്റ്റൂളിലേക്കാണ് ഇരിക്കുന്നത്. കൂടുതൽ മാറ്റിൽ വെച്ചിട്ടുള്ള പഠന രീതികളാണ് അവിടെ വരുന്നത്. അപ്പം അങ്ങനത്തെ ഒരു രീതിയിൽ ടീച്ചർ എന്ന് പറയുമ്പം നമുക്ക് സാധാരണ ട്രഡീഷണൽ വേയിലുള്ള ടീച്ചർ കുട്ടികളുടെ രീതിയിൽ ടീച്ചർ ഡോമിനൻ്റ് അല്ല. ഇവിടെ കുട്ടികളുടെ ലെവലിലേക്ക് ടീച്ചർമാർ ഇറങ്ങി ചെല്ലാനുള്ള ഒരു കപ്പാസിറ്റി ആദ്യം ടീച്ചർമാർക്ക് വേണം. കാര്യം അത്രയ്ക്ക് ചെറുതാണ്. ഇപ്പം നമുക്കൊരു ചിലപ്പോൾ ഒരു 20-25 വയസ്സുള്ള ടീച്ചർമാർ, അല്ലെങ്കിൽ 30-40 വയസ്സുള്ള ടീച്ചർമാരായിരിക്കും അവിടെ ഉള്ളത്. പക്ഷെ ആ വയസ്സ് മാറ്റി എനിക്കൊരു 3 വയസ്സ് അല്ലെങ്കിൽ 5 വയസ്സ് അല്ലെങ്കിൽ 7 വയസ്സുള്ള ആളാണെന്നൊരു തിങ്കിങ്ങിലേക്ക് വന്ന് നമ്മളാ കുട്ടികളുടെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലണം. അതിന് എഴുന്നേറ്റ് നിൽക്കുന്നതിനേക്കാളും കൂടുതൽ ആ മാറ്റിൽ കുട്ടികളുടെ കൂടെ അവിടെ ഇരിക്കണം. അപ്പോഴത്തേക്കും കുട്ടികൾക്കും അവരുടെ ലെവലിൽ നമ്മൾ തോന്നുന്നത്. അപ്പോൾ പിള്ളേർക്കൊരു പേടി തോന്നത്തില്ല നമ്മൾ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കുട്ടികൾ ചെയ്യുന്നത് കണ്ടിട്ട് അവർ ചിലപ്പോൾ ആദ്യമേ, ഞാൻ നേരത്തെ പറഞ്ഞു ആ പിങ്ക് ടവറിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ, അതേപോലെ മിസ്റ്റേക്സ് വരുത്തും. ഒരു 4-5 പ്രാവശ്യം പിള്ളേർ തന്നെ ചെയ്ത് മിക്ക കുട്ടികളും തന്നെ ശരിയാക്കി എടുക്കും. ഏറ്റവും വലുത് താഴെ വെക്കണം, അതിൽ ചെറുത് മേളിൽ വെക്കണം എന്ന് പഠിച്ച് തന്നെ ചെയ്യും. അത് കഴിഞ്ഞിട്ടും റിപ്പീറ്റഡായിട്ടും തെറ്റ് വരുത്തുന്ന കുട്ടികളോട് ചോദിക്കാം, നിങ്ങളെ ഹെൽപ്പ് ഞാൻ ചെയ്യണോ? അപ്പോൾ കുട്ടികൾ ഓക്കെ പറഞ്ഞാൽ നമുക്കത് ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ കാര്യം നമ്മൾ പിള്ളേരോട് ഭയങ്കര സ്നേഹത്തോടെയും സൗമ്യമായിട്ടും പെരുമാറാൻ പഠിക്കണം. പിന്നെ നമ്മളെ തന്നെ എളിമപ്പെടുത്തി അവരുടെ ലെവലിലേക്ക് ഇറങ്ങി ചെന്ന് അവരിൽ ഒരാളായിട്ട് പെരുമാറാൻ പഠിക്കണം. ഓക്കെ, സംഭവം കേൾക്കുന്നത് പോലെ അല്ലല്ലേ? കേൾക്കുന്നത് പോലെയല്ല, നമുക്ക് നല്ല പേഷ്യൻസും വേണം. പിന്നെ കുട്ടികളെ നമ്മുടെ സ്വന്തം മക്കളെ സ്നേഹിക്കുന്ന പോലെ കരുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ജോലി ചെയ്യാൻ വളരെ എളുപ്പമാണ്. എൻജോയ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതല്ല ഞാൻ ടീച്ചർ മറ്റത് കുട്ടികളെന്ന് പറഞ്ഞിരുന്നാൽ നമുക്കവിടെ സക്സസ്ഫുൾ ആവത്തില്ല. ഓക്കെ, ഇപ്പം മാമിനോട് ചോദിക്കുകയാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് ബീൻ 12 years. മാം പറഞ്ഞു 12 years ആയിട്ട് ഈ മോണ്ടിസോറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് 3 to 4 years ആയിട്ട് ഇപ്പോൾ ആ ഒരു ടീച്ചിങ്ങിലൂടെ മാം കടന്നു പോകുന്നുള്ളൂ. അപ്പം മാമിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഇപ്പം കുട്ടികളായിട്ടുള്ള ഒരു എൻഗേജിങ് മൊമെന്റ്സ് ആയിക്കോട്ടെ, ആ ജോയ്ഫുൾ എൻജോയ്മെന്റ്, ആ സംതിങ്, എന്താണ് മാമിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാമോ? എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ UKG സെക്ഷനിലാണ് പഠിപ്പിക്കുന്നത്. ഞാൻ എൻ്റെ കുട്ടികളോട് ഞാൻ ബേസിക്കലി ഹാൻഡിൽ ചെയ്യുന്ന സബ്ജക്ട്സ് മാത്സും ഇംഗ്ലീഷുമാണ്. അപ്പോൾ കുട്ടികളോട് ഞാൻ പറയും, അവർക്കൊരു ഫ്രീഡം കൊടുക്കും. കുട്ടികളുടെ 5 to 6 years ഏജ് ഗ്രൂപ്പാണ് എൻ്റെ കയ്യിൽ കിട്ടുന്ന കുട്ടികൾ. അവരുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറഞ്ഞാൽ 10 മിനിറ്റാണ്. ചില കുട്ടികൾക്ക് 15 മിനിറ്റ് ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും. അതാണ് 10 മിനിറ്റാണ് ഐഡിയൽ. അത് കഴിഞ്ഞിട്ടും പഠിപ്പിക്കാനിരുന്ന കുട്ടികളെ കിട്ടത്തില്ല. അപ്പോൾ ഓരോ 10 അല്ലെങ്കിൽ 12 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ പിള്ളേർക്ക് വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കൊടുക്കും. ഒന്നുകിൽ എഴുന്നേറ്റ് പാട്ട് പാടാൻ പറയും, അതല്ലെങ്കിൽ ശരിക്കും ഷൗട്ട് ചെയ്യാൻ പറയും ക്ലാസ് റൂമിൽ. ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ സെൻട്രലൈസ്ഡ് AC റൂംസ്, അപ്പോൾ പുറത്തേക്ക് ഒച്ച പോകത്തില്ല. അപ്പം ഷൗട്ട് ചെയ്യാൻ പറയും. അവരുടെ എനർജി മൊത്തം അങ്ങ് പുറത്തേക്ക് അങ്ങ് എടുക്കും. അപ്പോൾ പിള്ളേർ ഡിസ്ട്രാക്റ്റഡ് ആകുമ്പോഴത്തേക്കും കുട്ടികൾക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് പഠിക്കാനിരിക്കുമ്പം കുറച്ചും കൂടെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കും. പിന്നെ ക്ലാസ് റൂമിൽ നമ്മളൊരു റൂൾസ് കൊടുക്കും. പഠിക്കേണ്ട സമയത്ത് എങ്ങനെയാണ് പഠിക്കാനിരിക്കേണ്ടത്, കളിക്കുന്ന സമയത്ത്. അപ്പം കുട്ടികൾക്ക് തന്നെ എന്താ പറയുക, ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും അത് കംപ്ലീറ്റ്ലി 100% ആയിട്ട് അവർക്ക് ചെയ്യാനുള്ളൊരു മനസ്സിലാക്കിയിട്ട് വരും. പിന്നെ ഒരു കറക്ഷൻ കൊടുക്കും. ഇപ്പോൾ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് നേരെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, വർത്താനം പറയാതെ. വേറൊരു കുട്ടി വർത്താനം പറയുവാണെങ്കിൽ ഞാൻ കറക്ഷൻ കൊടുക്കത്തില്ല. അടങ്ങി മൂന്നാമതൊരു കുട്ടീനെ വിളിച്ചിട്ട് പറയും എന്താണ് ക്ലാസ് റൂം റൂൾ ആ സമയത്ത്. അപ്പം ആ കുട്ടിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. മിസ് പഠിപ്പിക്കുമ്പം കുട്ടികൾ നേരെ നമ്മൾ സംസാരിക്കാൻ പാടില്ല, കൈ കെട്ടി മീൻസ് സീറ്റിൽ നല്ല അടങ്ങിയിരിക്കണം. ആ സമയത്ത് കളിക്കുന്ന സമയത്തോ ഓടി നടന്ന് നന്നായിട്ട് കളിക്കണം, കളിക്കാതെ ഇരിക്കരുത്, ആ സമയത്ത് കളിക്കണം. പിന്നെ ഞാനൊരു ഓപ്ഷൻ കൊടുക്കുന്നത്, കുട്ടികൾക്ക് ഇപ്പോൾ മാത്സിൽ 2-3 അനങ്ങൾ ചിലപ്പോൾ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ പഠിക്കാനുണ്ടായിരിക്കും. അല്ലെങ്കിൽ സീക്വൻസിങ്, മോണ്ടിസോറിലെ മെയിനൊരു മെത്തേഡാണ് സീക്വൻസിങ്. ഓരോ സീക്വൻസിങ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം കുട്ടികൾക്ക് ഞാൻ ഒരു ഓപ്ഷൻ കൊടുക്കും, നിങ്ങൾക്കിപ്പോൾ ഏതാണ് പഠിക്കാൻ താല്പര്യം. ആ മാത്സിന് 2-3 ടോപ്പിക്സ് ഉണ്ട്, ആ ഫ്രീഡം ഞാൻ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കും. ഇപ്പം ഇംഗ്ലീഷിലാണെങ്കിലും പഠിക്കേണ്ട, ഇപ്പം UKGയിലേക്ക് വരുമ്പം റീഡിംഗ് ഉണ്ട്, റിലേറ്റഡ് വേർഡ്സ് ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണ് ചെയ്യാൻ താല്പര്യം, അപ്പം ആ ടോപ്പിക് അങ്ങനത്തെ ഫ്രീഡം ഞാൻ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് കുറച്ചും കൂടി ക്ലാസ്സിലിരിക്കാൻ താല്പര്യം കാണിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ മാമിൽ നിന്ന് എനിക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. കേൾക്കാം. സർഗക്ഷേത്ര 89.6 FM ഉയരയിലൂടെ കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര
89.6 FM ഉയരെയാണ് പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. നമ്മൾ ഇന്ന് മോണ്ടിസോറിയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് അനു ജോർജ്, ഫാക്കൽറ്റി ഓഫ് കിൻഡർ ഗാർഡൻ സെക്ഷൻ ഫ്രം KE ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, മാന്നാരം. ഇപ്പം മാമിന്റെ എക്സ്പീരിയൻസും കേട്ടു, അതുപോലെ തന്നെ എന്താണ് ഈ ഒരു മോണ്ടിസോറി ടീച്ചേഴ്സിന് വേണ്ട ക്വാളിറ്റീസ് എന്നുള്ളതും നമ്മൾ കേട്ടു. അവർ ഭയങ്കരമായിട്ട് പേഷ്യൻസ് ഉള്ളവരായിരിക്കണം, അതുപോലെ തന്നെ ഒരു ലവിങ്, കെയറിങ് ആൻഡ് എങ്ങനെയാണോ സ്വന്തം മകനോട് അല്ലെങ്കിൽ മകളോട് എങ്ങനെയാണ് അവർ പറഞ്ഞു കൊടുക്കേണ്ടത് ആ ഒരു ലെവലിൽ നിന്നുകൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവർക്ക് പറ്റുന്ന ടേബിളും ചെയറും ഒക്കെയാണ്, ഷെൽഫൊക്കെ ആണെങ്കിലും അപ്പം അതിനനുസരിച്ച് ഒന്ന് ഇപ്പം നമ്മൾ ഫിസിക്കലി താഴുന്നത് പോലെ തന്നെ താന്ന് കുട്ടികളൊപ്പം സഞ്ചരിക്കുക, അങ്ങനെ അവരെ ഒരു നല്ലൊരു സമൂഹത്തിനൊരു നല്ലൊരു ഒരു സിറ്റിസൺ ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സ് അത് വേണം. കാര്യം ഇപ്പം എൻ്റെ ക്ലാസ്സിലാണെങ്കിലും ഒരു കുട്ടി എന്നോട് സംസാരിക്കുമ്പോൾ വേറൊരു കുട്ടി അന്ന് ഇടയ്ക്ക് കയറാൻ പറഞ്ഞ് ഞാൻ പറയും വെയിറ്റ് ചെയ്യാൻ പറയും. ആള് സംസാരിച്ചതിന് ശേഷമേ, അതായത് റെസ്പെക്ട് ഈച്ച് അതർ. ഒരാൾ ഞാൻ ഇപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫോർ എക്സാമ്പിൾ ഞാൻ LSRW പറ്റി പറഞ്ഞിരുന്നു, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഇപ്പോൾ ഷോ ആൻഡ് ടെൽ എന്ന് പറഞ്ഞൊരു മെത്തേഡ് വഴിയാണ് പിള്ളേർക്ക് സ്പീക്കിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ കൊടുക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് എന്ത് വേണം കൊണ്ടുവന്നിട്ട് പറയാം. അപ്പോൾ ആ സമയത്ത് ഒരു കുട്ടി സംസാരിക്കുമ്പോൾ മറ്റുള്ള കുട്ടികൾ വർത്തമാനം പറയുവാണെങ്കിൽ ഞാൻ അവരോട് കറക്ഷൻ കൊടുക്കും. ഈ നിൽക്കുന്ന കുട്ടീനെ റെസ്പെക്റ്റ് ചെയ്യണം. അവൻ ചിലപ്പം ഒന്നും വാക്കുകൾ വരുന്നുണ്ടായിരിക്കത്തില്ല, പക്ഷെ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ രണ്ടും കുട്ടികൾ പഠിക്കും എങ്ങനെ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യണം. എൻ്റെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള ഒരു പേഷ്യൻസ് ആ കുട്ടികളിലേക്ക് ഡെവലപ്പ് ചെയ്യും. പിന്നെ മോണ്ടിസോറി മെത്തേഡിൽ കൂടുതലും വരുന്നത് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ്. ആക്ടിവിറ്റീസ് ഒത്തിരി ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലെറ്റർ A ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമേ A എന്താണെന്ന് കാണും, പിന്നെ സാൻഡ് പേപ്പർ വഴി A എന്താണെന്ന് എഴുതും, പിന്നെ ഏത് കളർ ചെയ്യും, ആക്ടിവിറ്റി ഷീറ്റ് കൊടുത്തിട്ട് Aനെ സർക്കിൾ ചെയ്യാൻ പറയും. ഇപ്പം നമ്മൾക്ക് മോണ്ടിസോറി മെത്തേഡിൽ തന്നെയല്ല, ക്ലാസ് റൂംസിൽ തന്നെയല്ല, വീടുകളിലും ഇത് ചെയ്യാൻ സാധിക്കും. ഇപ്പം നമ്മൾ മലയാളം അക്ഷരം A ഒക്കെ പഠിക്കുന്ന ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് സർക്കിൾ ചെയ്ത് കൊടുക്കും. പിള്ളേർക്ക് ഇപ്പം ഒബ്സർവേഷൻ, കോൺസെൻട്രേഷൻ ആ മാത്രം സർക്കിൾ ചെയ്യാൻ പറയാം. അല്ലെങ്കിൽ A ആണെങ്കിൽ ഇപ്പോൾ പോകുന്ന വഴിക്ക് യാത്ര ചെയ്യുന്നുണ്ടല്ലോ, യാത്ര ചെയ്യുന്ന വഴിക്ക് ഈ ബോർഡുകൾ കാണുമ്പോൾ അത് വായിക്കാൻ പറയാം കുട്ടികളോട്. കുട്ടികൾക്ക് ഇത് ഇഷ്ടമാണ്. ഇപ്പോൾ ഇത് ഇത്രയും ജോ പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് ആഡ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എൻ്റെ ക്ലാസ്സിൽ തന്നെ സംഭവിച്ചതാണ്. കുട്ടികൾക്ക് ക്രിയേറ്റീവ് റൈറ്റിംഗ്, ഈ 3rd ടേം ആകുമ്പോൾ നമ്മൾ ക്രിയേറ്റീവ് റൈറ്റിങ്ങിലേക്ക് വരുന്നത്. എഴുതാൻ പറയുമ്പം എൻ്റെ ഒരു കുട്ടി ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റാണ് ഞാൻ വരച്ചു കൊടുത്തത്, അതിനെപ്പറ്റി എഴുതാൻ പറഞ്ഞു. അപ്പോൾ അതിലൊരു കുട്ടി ഫ്രൂട്ടിൻ്റെ സ്പെല്ലിങ് എഴുതിയത് FROOT എന്നാണ്. കാര്യം മോണ്ടിസോറി മെത്തേഡിൽ നമ്മൾ ഫോണറ്റിക്സ് സൗണ്ട് വെച്ചിട്ടാണ് കൂടുതൽ പഠിപ്പിക്കുന്നത്, തുടക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ലെറ്റർ എന്താണ് ലെറ്റർ നെയിം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എന്ന് പറയുമ്പോൾ F ആണ് പിന്നെ OOT എന്നാണ് കുട്ടി എഴുതുക, ഫ്രൂട്ട്. അപ്പം എനിക്ക് ആ കുട്ടീൻ്റെ തെറ്റ് പറയാൻ സാധിക്കത്തില്ല. പക്ഷെ ഗ്രാജുവലി നമുക്ക് പറഞ്ഞു കൊടുക്കാം, വഴക്കൊന്നും പറയാതെ. മോളെ എഴുതിയത് കറക്റ്റാണ്, പക്ഷേ FRUIT ആണ് കറക്റ്റായിട്ടുള്ള സ്പെല്ലിങ്. അപ്പം അതിന് പറയുന്നത് പിക്ചർ റീഡിംഗ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ടേബിൾ നമുക്ക് ഫോണറ്റിക്സിൽ വായിക്കാൻ സാധിക്കത്തില്ല. അതിനെന്താ ചെയ്യുക, ടേബിളിൻ്റെ പൊക്കത്ത് TABLE എന്ന് എഴുതി കഴിഞ്ഞാൽ കുട്ടികൾ ആ ടേബിളിനെയാണ് മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ ടേബിളിൽ നിന്ന് പെട്ടെന്ന് എഴുതുമ്പം കാണുമ്പം പിള്ളേർ ടേബിളിൽ നിന്ന് തന്നെ വായിക്കും. അപ്പോൾ ഒത്തിരി നമുക്ക് മൈൻഡ് പസിൽസ് ഒത്തിരി യൂട്യൂബിലൊക്കെ കാണുന്നുണ്ടല്ലോ. സെയിം മെത്തേഡാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്. അത് ഓക്കെ. അപ്പോൾ നമ്മളത് കൊച്ചിലെ മുതലേ കുട്ടികൾക്ക് അത് ചെയ്ത് അവർക്ക് പാകമാകുന്ന രീതിയിൽ നമ്മൾ അവരെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുന്നു അല്ലേ? അതെ, അത് തന്നെ. ഓക്കെ. അപ്പോൾ എന്തായാലും മോണ്ടിസോറി മെത്തേഡ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് പറഞ്ഞത് ശരിയാണെന്ന് അറിയത്തില്ല, ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻ ഫ്യൂച്ചറിൽ എനിക്ക് കുട്ടികൾ ഉണ്ടാകുവാണെങ്കിൽ അഫ്കോഴ്സ് ഞാൻ അവരെ മോണ്ടിസോറി മെത്തേഡിലായിരിക്കും ഞാൻ ചേർക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിലും ഇപ്പം കുട്ടികളൊക്കെ ഉണ്ട്, അപ്പോൾ അവരോടാണെങ്കിലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം അവരുടെ ബെസ്റ്റ് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, ആ ഒരു കൊച്ചിൻ്റെ ഒരു നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാനിപ്പോൾ പറഞ്ഞതാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും എന്താണ് മോണ്ടിസോറി ടീച്ചിങ് മെത്തേഡ് എന്നുള്ളത് നമ്മൾ കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മോണ്ടിസോറി ടീച്ചേഴ്സ് അല്ലെങ്കിൽ മോണ്ടിസോറി പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ്, അതെങ്ങനെയായി മാറാം തുടങ്ങിയ കാര്യങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഉയരയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. കേൾക്കാം സർഗക്ഷേത്ര 89.6 FM ഉയരയിലൂടെ. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ.
കൂടെയുള്ളത് ജോ ആണ്. ഡിസീസ് സർഗക്ഷേത്ര 89.6 FM. നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് അനു ജോർജ്, ഫാക്കൽറ്റി ഓഫ് കിൻഡർ ഗാർഡൻ സെക്ഷൻ ഫ്രം കീംസ് മാന്നാനം. മാം, നമ്മൾ മോണ്ടിസോറി ടീച്ചിങ് മെത്തേഡിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇനി അറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞു നിർത്തിയ ഒരു കാര്യമുണ്ട്. മാമിന്റെ ക്ലാസ്സിലുള്ള ഒരു എക്സ്പീരിയൻസ്, ഇപ്പം ഫ്രൂട്ട് കാണിച്ചു കൊടുത്തിട്ട് അത് എന്താണ് അതിന്റെ സ്പെല്ലിംഗ് എഴുതിയപ്പം FROOT എന്നുള്ളത് അതിന്റെ ആ ഒരു ഫൊണാറ്റിക്സ് രീതിയിൽ വെച്ച് കുട്ടി എഴുതി എന്നുള്ളൊരു കാര്യം. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ഒരു റീലും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം എന്ന് പറയുകയാണെങ്കിൽ കൂടുതലും നമ്മൾ പണ്ട് ABCDEFG എന്തെങ്കിലൊരു പാട്ട് പോലെ ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അത് മാറി അങ്ങനെയുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു ഫോണറ്റിക്സിനെ എംഫസൈസ് ചെയ്യുന്ന രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ബ സ് ക അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ പഠിപ്പിച്ച് എന്നിട്ട് അത് അങ്ങനെയുള്ളൊരു മെത്തേഡിലേക്ക് പോകുന്ന ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം. അപ്പം ഇങ്ങനെ മാറി വരുന്ന വിദ്യാഭ്യാസ രീതിയെക്കുറിച്ച് മാമിന് എന്താണ് പറയാനായിട്ടുള്ളത്? അത് കുട്ടികൾക്ക് എത്രമാത്രം ബെനഫിഷ്യലായി മാറുന്നുണ്ട്? ഓക്കെ, ജോ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ മെത്തേഡ് ഫോണിറ്റിക്സ് ആണ് കൂടുതലും നമ്മൾ കിൻഡർ ഗാർഡനിൽ ഉപയോഗിക്കുന്നത്. അത് കൂടുതലും കുട്ടികൾക്ക് ലെറ്റേഴ്സ് മനസ്സിലാക്കാനും അത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ് സൗണ്ട്സ് ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ A ആണെങ്കിൽ ബ ഖ അതല്ലേ ഉദ്ദേശിച്ചത് ജോ. അപ്പം അതാകുമ്പോഴത്തേക്കും കുട്ടികൾക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് റീഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ആ ട് എന്ന് പറയുമ്പം ആയും ടേയും കൂടെ ഒരുമിച്ച് വരുമ്പോൾ ആറ്റ്. അപ്പം അതിൻ്റെ കൂടെ ഇപ്പം ബ വരാം, ഖ വരാം. ഖ അറ്റ് കാറ്റ്, ബ അറ്റ് ബാറ്റ്, മ അറ്റ് മാറ്റ്. അങ്ങനെ പെട്ടെന്ന് കുട്ടികൾക്ക് വായിച്ചെടുക്കാനും പഠിക്കാനും എളുപ്പത്തിന് നമുക്ക് ഈ ഫോണിറ്റിക്സിൻ്റെ മെത്തേഡ് വളരെ ഉപകാരപ്രദമായിട്ട് വരുന്നുണ്ട്. അതല്ല പിക്ചർ റീഡിങ് ഞാൻ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ഓരോ സ്ഥലങ്ങളിലും ഇപ്പോൾ ടേബിൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞത് അല്ലെങ്കിൽ ബോർഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവിടെ എഴുതി വെക്കുമ്പം പിള്ളേർ അത് കണ്ടുകൊണ്ടാണ് വായിക്കുന്നത്. അപ്പം നമ്മുടെ ബ്രെയിനിൽ ഓൾറെഡി അത് ഇൻബിൽഡ് ആയിട്ട് കിടന്നിട്ട് പിന്നെ ഓട്ടോമാറ്റിക്കലി എവിടെ കിടന്നാലും നമുക്കത് കിട്ടുക ചെയ്യുന്നത്. പിന്നെ മോണ്ടിസോറി മെത്തേഡിൽ മെയിനായിട്ട് വരുന്നത് ഫോർ LKG കുട്ടികൾക്കാണെങ്കിൽ നമ്മുടെ കേരള സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 to 10 വരെയുള്ള നമ്പേഴ്സ് LKG പഠിച്ചാൽ മതി. പക്ഷെ നമ്മുടെ പാരൻസിന് അത് ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല. അവർക്ക് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ 50 വരെ പഠിക്കണം, 100 വരെ പഠിപ്പിക്കണമെന്ന്. പക്ഷേ 1 to 10 തറവാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ അതിലേക്ക് ബിൽഡ് ചെയ്യുക ചെയ്യുന്നത്. 1 ഏതാ, 2 ഏതാ, 3 ഏതാന്ന് അവർക്കറിയാം. ഇപ്പോൾ 11 എഴുതാൻ 2 1 എഴുതിയാൽ 11 ആണെന്ന് അവർക്കറിയാം. ഇപ്പോൾ 2ൻ്റെ കൂടെ ഒരു 0 ഇട്ട് 20 എന്ന പിള്ളേർക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അത് UKG ചെല്ലുമ്പോൾ പിള്ളേർക്ക് അത് എളുപ്പമാവും. പക്ഷേ 1 to 10 പ്രോപ്പറായിട്ട് പഠിക്കാതെ 1 to 100 വരെയൊക്കെ LKG പഠിച്ചിട്ട് UKGയിൽ വരുമ്പോൾ പിള്ളേർക്ക് ഫൗണ്ടേഷൻ, ഇപ്പം മിക്ക കുട്ടികൾക്ക് നമ്മുടെ സ്കൂളുകളിലുള്ള ഫൗണ്ടേഷൻ പ്രോപ്പർ അല്ല. ഇപ്പോൾ ആൽഫബറ്റ്സ് ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് അതിൻ്റെ ബേസിക് എന്ന് പറഞ്ഞാൽ ആൽഫബറ്റ്സാണ്. അത് A to Z വരെ പിള്ളേർ നല്ല തറവായിട്ട് LKG പഠിച്ചാൽ മതി. അല്ലാണ്ട് അവർക്ക് ക്യാറ്റൊന്നും ബാറ്റൊന്നും വായിക്കാൻ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ A to Z നന്നായിട്ട് തറവാക്കി കൊണ്ടുവന്ന കുട്ടികൾക്ക് അല്ലെ 1 to 10 വരെ തറവാക്കിയ കുട്ടികൾക്ക് UKGയിലേക്ക് വരുമ്പം ഒരു 3-4 മാസം കഴിയുമ്പോൾ പിള്ളേർ തന്നെ വായിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ പിള്ളേർ തന്നെ 100 എത്ര പറഞ്ഞാലും അവർക്ക് എഴുതാൻ പറ്റും. ആ കോൺസെപ്റ്റ് പിന്നെ മനസ്സിലാക്കി കൊടുത്താൽ മതി. കാരണം നമ്മൾ ബേസ് ഫൗണ്ടേഷൻ LKGയിൽ കൊടുത്തിട്ട് അതാണ് മോണ്ടിസോറിയുടെ ബെനിഫിറ്റ്. നമ്മളുള്ള സാധനത്തിന്. കാര്യം നമ്മളുടെ ട്രഡീഷണൽ മെത്തേഡ് അനുസരിച്ചിട്ട് നമ്മുടെ ടീച്ചർമാരുടെ ചിന്ത എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഒന്നും അറിയില്ല, നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തെങ്കിലേ പിള്ളേർക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് ഒരു ചിന്ത. പക്ഷേ മോണ്ടിസോറി മെത്തേഡിൽ അവരതല്ല പറയുന്നത്. ഈ ടീച്ചർമാർ കുട്ടികളെ വാച്ച് ചെയ്യും, മാറി നിന്ന് നോക്കിയിട്ട് അവർക്ക് ചിലർക്ക് കളർ ചെയ്യാനായിരിക്കും, ചിലർക്ക് പാടാനുള്ള കഴിവായിരിക്കും, ചിലർ നന്നായിട്ട് പടം വരയ്ക്കും. ആ ഇൻബോൺ എബിലിറ്റി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് അതിൽ പിള്ളേരെ എക്സലാക്കുക ചെയ്യുന്നത് മോണ്ടിസോറി മെത്തേഡിൽ വരുമ്പം. അതാണ് ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. ജോ ഉദ്ദേശിച്ചത് അതാണെന്ന് എനിക്ക് തോന്നുന്നു, മാറി വരുന്ന വിദ്യാഭ്യാസ രീതിയെന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക്. ഇപ്പം കരിക്കുലം എടുത്താലും നമുക്കറിയാം, വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നമ്മൾ പണ്ട് പഠിച്ച പോലെ BCom വെറുതെ ഒരു BCom അല്ല, അതിൻ്റെ കൂടെ ടാക്സ് പലത് വരുന്നുണ്ട്. ഇപ്പോൾ ഓരോന്നെടുത്താലും ഇപ്പം സയൻസിൻ്റെ തന്നെ ആയാലും പണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ് ജോത പഠിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പം എന്തുമാത്രം സയൻസിൽ തന്നെ എന്തുമാത്രം വൈഡായിട്ട് ഓരോരുത്തർക്ക് എബിലിറ്റി അനുസരിച്ച് നമുക്ക് എന്താണോ ഇൻട്രസ്റ്റ് അതനുസരിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ബേസ് മോണ്ടിസോറി അന്ന് കണ്ടുപിടിച്ചിട്ട് ഓരോരുത്തരുടെ ടാലൻറ്റ് അനുസരിച്ചിട്ട് വികസിപ്പിച്ചെടുത്തുകൊണ്ട് വരുക ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യേശുദാസിനെ വല്ല ഡോക്ടറോ ടീച്ചറോ ആക്കിയിട്ട് നല്ലൊരു പാട്ടുകാരനെ നമുക്ക് കിട്ടുമായിരുന്നോ? കിട്ടത്തില്ല. ഓക്കെ, ഇപ്പം മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ ഇപ്പം നമുക്കറിയാം
ഇപ്പൊ എഡ്യൂക്കേഷണൽ സിസ്റ്റംസ് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ വർഷത്തെ ഒരു അധ്യാപനം അല്ലെങ്കിൽ ഈ ഒരു വിദ്യാഭ്യാസ വർഷം എന്ന് പറയുന്നത്, അക്കാഡമിക് ഇയർ എന്ന് പറയുന്നത് നമുക്ക് UG വലിയൊരു മാറ്റമായിരുന്നു, 4 year UG പ്രോഗ്രാം. ആൻഡ് അതിനെക്കുറിച്ച് എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റുഡൻറ് സെൻട്രിക് ആണ് എന്നുള്ളത്. കുട്ടികൾ ക്യാൻ ചൂസ് എന്താണ് അവർക്ക് വേണ്ടത് എന്നുള്ളത് അവരെ മനസ്സിലാക്കി അവർക്ക് വേണ്ടത് അവർക്ക് സെലക്ട് ചെയ്യാം എന്നുള്ളത്. അപ്പം അതിൻ്റെ തന്നെ ഒരു ഫൗണ്ടേഷൻ സംഭവമാണ് നമ്മുടെ മോണ്ടിസോറി എന്ന് പറയുന്നത്. കുട്ടികൾക്ക് ചൂസ്, ഇപ്പം മാം പറഞ്ഞ ഓരോ കാര്യങ്ങളാണെങ്കിലും ഇപ്പം അവർക്ക് ചൂസ് ചെയ്യാം അവരെന്താണ് പഠിക്കണം എന്നുള്ള ഒരു അപ്പാരറ്റസ് അവർക്ക് തന്നെ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ കുട്ടികൾ അവർക്കൊരു ബേസ് ഇട്ട് നമ്മൾ കൊടുക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. നമ്മൾ ഇന്ന് മോണ്ടിസോറിയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മോണ്ടിസോറി ലേണിംഗ് മെത്തേഡിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് അനു ജോർജ്, ഫാക്കൽറ്റി ഓഫ് കിൻഡർ ഗാർഡൻ സെക്ഷൻ ഫ്രം കീംസ് മാന്നാനം. ഇപ്പം മാം പറഞ്ഞ ഓരോ കാര്യങ്ങളാണെങ്കിലും ഇപ്പം കുട്ടികൾക്ക് ചൂസ് ചെയ്യാം അവരെന്താണ് പഠിക്കണം എന്നുള്ള ഒരു അപ്പാരറ്റസ് അവർക്ക് തന്നെ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ കുട്ടികൾ അവർക്കൊരു ബേസ് ഇട്ട് നമ്മൾ കൊടുക്കുകയാണ്. അപ്പം എനിക്കുള്ള ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം നമ്മൾ സാധാരണ കേൾക്കുന്നത് നേരെ കുട്ടികളെ ചെന്ന് LKG ചേർക്കുക അല്ലെങ്കിൽ UKG ചേർക്കുക എന്നുള്ളത്. അപ്പം പാരൻസ് ആണ് ഇവരുടെ എല്ലാത്തിൻ്റെ ഒരു ബേസ് എന്ന് പറഞ്ഞത്. ഇവർ ചേർക്കുന്നതാണ് കുട്ടികളുടെ പിന്നീടുള്ള ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അപ്പം ഇപ്പോഴത്തെ ഒരു പാരൻസിൻ്റെ ഒരു അപ്രോച്ച് എത്രമാത്രമാണ് ഈ ഒരു മോണ്ടിസോറിയിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ടുള്ളതും, അല്ലെങ്കിൽ നേരെ അവർ LKG UKG സെഷനിലേക്ക് തന്നെയാണോ പോകുന്നത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഐ എം സോ ഹാപ്പി യു ആസ്ക് മീ ദാറ്റ് ക്വസ്റ്റ്യൻ. വെച്ചിട്ടുണ്ടെങ്കിൽ മോണ്ടിസോറി മെത്തേഡിൽ വരുമ്പം കുട്ടികൾക്കല്ല പണിയുള്ളത്, അവിടെ ടീച്ചേഴ്സിനും പാരൻസിനും. അവർക്ക് നന്നായിട്ട്, കാരണം മോണ്ടിസോറി മെത്തേഡ് ലേൺ ആക്ടിവിറ്റിയാണ്. കളിച്ചോണ്ട് പഠിക്കുക. ഓരോ കാര്യങ്ങളും അവർ കളിച്ചോണ്ട്, പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ അവർ കളിച്ചോണ്ടിരിക്കുക, പക്ഷെ കളിച്ചോണ്ട് കുട്ടികൾ പഠിക്കുക ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ ക്ലാസ് റൂമിലാണെങ്കിൽ ടീച്ചർ നോക്കണം. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് ഞാൻ പറയുവാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം, ഞാൻ പക്ക മോണ്ടിസോറി അല്ല ഇത്, എന്നാലും നിങ്ങൾക്ക് നമ്മുടെ ഇപ്പോഴത്തെ പാരൻസിന് മനസ്സിലാവാൻ വേണ്ടി ഒരു രീതിയായിട്ട് ഞാൻ പറയുവാണ്. ഫോർ എക്സാമ്പിൾ, ലെറ്റർ A എഴുതുന്നത്, സ്മോൾ ലെറ്റർ A എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമേ C പോലെ വരച്ച് മേലിലേക്ക് കൊണ്ടുവന്ന് താഴത്തേക്ക് വരണം. ചില കുട്ടികൾ O എഴുതിയിട്ട് അടിയിലൊരു വാല് ഇട്ട് വെക്കും. കണ്ടാൽ ആ കുട്ടി എഴുതുന്ന മെത്തേഡ് കണ്ടില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും അത് A തന്നെയാണ്. പക്ഷെ എഴുതുന്ന രീതികളുണ്ട്. ഇപ്പം നമ്മുടെ ക്ലാസ് റൂമിൽ പിള്ളേരെ പഠിപ്പിച്ച് കൊടുക്കുമ്പം ടീച്ചർമാർ നമ്മൾ ഇടയിൽ കൂടെ നടന്ന പിള്ളേർ എഴുതുന്ന രീതി കറക്റ്റാണോ നോക്കും, എന്നിട്ട് അവിടെ കറക്റ്റ് ചെയ്ത് കൊടുക്കും. ഇവിടെ പാരൻസിൻ്റെ റോൾ എവിടെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പാരൻസിന് നമുക്ക് മോണ്ടിസോറി മെത്തേഡിൽ നമ്മൾ സാധാരണ ഹോംവർക്ക്സ് കൊടുത്ത് വിടുന്നില്ല. കിൻഡർ ഗാർഡൻ ലെവലിലും ഹോംവർക്ക്സ് കൊടുക്കുന്നതിനോട് പേഴ്സണലി എന്നോട് ചോദിച്ചാൽ എനിക്ക് താല്പര്യമില്ല. പിള്ളേർ കളിച്ച് വളരട്ടെ, അതാണ് നല്ലത്. പക്ഷെ നമ്മുടെ പാരൻസിന് ഹോംവർക്ക് കൊടുത്ത് വിട്ടില്ലെങ്കിൽ എന്തോ വലിയൊരു ബുദ്ധിമുട്ടാണ്. പഠിപ്പിക്കുന്നില്ല. പരീക്ഷയും കിൻഡർ ഗാർഡൻ ലെവലിൽ ആവശ്യമില്ല. പക്ഷേ പാരൻസിന് അത് ഡിമാൻഡ്, അവർക്ക് പരീക്ഷ വേണം. പാരൻസിന് ചെയ്യാൻ പറ്റുന്നത് ആ A എഴുതുമ്പം നമ്മുടെ കുട്ടികൾ പ്രോപ്പറായിട്ടാണ് എഴുതുന്നത്, ആ C പോലെ എഴുതി മുകളിൽ കൊണ്ടുവന്നിട്ട് താഴത്തേക്ക് കൊണ്ടുവരുന്നുണ്ടോ, ഇതില്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം കുഞ്ഞിൽ ഈ പ്രായത്തിൽ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ 1ാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ കുട്ടികൾക്ക് പിന്നെ അത് മനസ്സിൽ കടക്കുക, ഒരിക്കലും അവർക്ക് തെറ്റ് വരത്തില്ല. ഇപ്പോൾ B എഴുതുമ്പം ചിലർ 6 നമ്പർ 6 എഴുതുന്നുള്ള എഴുതി വെക്കും. അങ്ങനെയല്ല, ഒരു വരച്ച് പതിയെ മേളിലേക്ക് പോയി പിന്നെ വേണം ഒരു കുനിപ്പിട്ട് വരാൻ വേണ്ടി. വോയിസിലാകുമ്പോഴത്തേക്ക് നമുക്ക് എഴുതി കാണിക്കാൻ സാധിക്കത്തില്ല. അതെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം അങ്ങനെയാണോ കറക്റ്റായിട്ട് എഴുതുന്നത്? അല്ലാണ്ട് നമ്പർ 6 പോലെ എഴുതി വെച്ചാൽ അത് B അല്ല. പക്ഷെ കുട്ടികൾ പെട്ടെന്ന് എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് വെക്കും. അപ്പോൾ അതൊക്കെ പാരൻസിൻ്റെ റോളാണ്. എത്രയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും, നിങ്ങൾ എത്രയൊക്കെ ജോലി ചെയ്യുമെന്ന് പറഞ്ഞാലും, ആസ് എ കിൻഡർ ഗാർഡൻ ടീച്ചർ എനിക്ക് പറയാനുള്ളത്, കുട്ടികൾക്ക് വേണ്ടി ഒരു ദിവസം 1/2 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. അവർക്ക് എത്രയൊക്കെ നിങ്ങൾ എന്നൊക്കെ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തെന്ന് പറഞ്ഞാലും, നിങ്ങളാ കൊടുക്കുന്ന 1/2 മണിക്കൂറായിരിക്കും കുട്ടികൾ വലുതായി കഴിയുമ്പോൾ അവരുടെ മനസ്സിലേക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ അവരെന്നെ കറക്റ്റ് ചെയ്ത് തന്നു ആ സമയത്ത്. അത് ദേഷ്യപ്പെട്ടല്ലെന്ന് സൗമ്യമായിട്ട് പറഞ്ഞു കൊടുക്കും. അതിന് നമുക്ക് ഈ പറയുന്ന ഞാൻ പോലും ചില സമയത്ത് എൻ്റെ കുട്ടികളോട് ദേഷ്യപ്പെട്ടുണ്ടായിരിക്കും, എനിക്കറിയില്ല.
ഓക്കെ, അപ്പം ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന് ഒരു ട്രയാങ്കിൾ ആണെന്നുള്ളത് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ്, പേരൻസ്, ടീച്ചേഴ്സ്, ഇവർക്ക് 3 പേരുമാണ് ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പം ഇവർ 3 പേരും ഒരുപോലെ ഇരിക്കുക. പക്ഷേ ഈ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കും ആ ഒരു കോർണറിൽ എപ്പോഴും ഉള്ളത്. അതിൻ്റെ മറ്റ് 2 കൂട്ടരായിരിക്കും ഇവരെ ഫോക്കസ് ചെയ്തായിരിക്കും ഈ 2 കൂട്ടരുള്ളത്. അപ്പം എന്തായാലും നമ്മൾ കൊടുക്കേണ്ട സപ്പോർട്ട് പേരൻസിൻ്റെ രീതിയിൽ പേരൻസ് കൊടുക്കുക, എന്താണ് മോണ്ടിസോറി ടീച്ചേഴ്സ് നൽകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. അപ്പം എന്തായാലും സംശയങ്ങൾ തീരുന്നില്ല ഈ ഒരു മെത്തേഡിനെ കുറിച്ച്, അല്ലെങ്കിൽ ഈ ഒരു വിദ്യാഭ്യാസ രീതിയെക്കുറിച്ചുള്ള സംശയങ്ങൾ ഇനിയും ഉടലെടുക്കുന്നത് കൊണ്ട് തന്നെ ഇനി കുറച്ച് പാട്ടുകൾക്ക് ശേഷം അതാവാം അല്ലേ. ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് കുടിച്ചോട്ടെ. കുടിച്ചതിന് ശേഷം ഞങ്ങൾ ഓടി എത്തുന്നതായിരിക്കും ഉയരയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് ജോ ആണ്. നമ്മൾ പഠിക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മളൊരു വ്യക്തിയെ എത്രമാത്രം മാറ്റിയെടുക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു ലൈഫിലൂടെ നമ്മളത് കണ്ടിട്ടുണ്ടായിരിക്കും. ആൻഡ് ഇന്ന് നമ്മൾ മോണ്ടിസോറി ടീച്ചിങ് മെത്തേഡിനെ കുറിച്ച്, അല്ലെങ്കിൽ മോണ്ടിസോറി കരിക്കുലത്തെ കുറിച്ചാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയി പറയാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് അനു ജോർജ്, ഫാക്കൽറ്റി ഓഫ് കിൻഡർ ഗാർഡൻ സെക്ഷൻ ഫ്രം KE ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, മാന്നാനം. മാം, നമ്മൾ ഈ ഒരു മോണ്ടിസോറി കരിക്കുലത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ മാം മുമ്പേ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പം എല്ലാവരും യേശുദാസിനെ ഡോക്ടറാക്കി മാറ്റിയാൽ ഒരു പാട്ടുകാരൻ നമ്മൾ കിട്ടുമായിരുന്നോ എന്നൊരു ചോദ്യം. അപ്പം ഞാനിങ്ങനെ ഓർത്ത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആള് ഒരു സംസാരപ്രിയനാണ്. അപ്പം ആള് RJ ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം മൈക്കിന്റെ മുന്നിൽ നന്നായിട്ട് സംസാരിക്കും എന്ന്, അല്ലെങ്കിൽ ഭയങ്കര ടോക്കേറ്റീവ് ആയിട്ടുള്ള ആളാണ്, ഇവന് സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു ടീച്ചറാണ്, നഴ്സറിയിലുള്ള ഒരു ടീച്ചറാണ് പറഞ്ഞത് എന്നുള്ളത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അതിശയം തോന്നി. കാരണം ആ ഒരു ടീച്ചർ അന്നേ മനസ്സിലാക്കിയെടുത്തു. ആൻഡ് നൗ ഹി ബിക്കംസ് ആൻ RJ. ഈ ഒരു മേഖലയിൽ തന്നെ ജോലി ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ്. അപ്പം ആൾക്ക് ആ ഒരു ടീച്ചർ എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് എന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പം ആ ഒരു മെത്തേഡിൽ, അല്ലെങ്കിൽ ആ ഒരു ഇതിൽ നിന്ന് തന്നെ എനിക്കൊരു ചോദ്യം ചോദിക്കാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പറഞ്ഞു മോണ്ടിസോറി മെത്തേഡിൽ കുട്ടികൾക്കാണ് കൂടുതൽ എംഫസൈസ് കൊടുക്കുന്നത്, അവരുടെ തീരുമാനങ്ങൾക്കാണ്, അവരെന്താണ് എന്ന് മനസ്സിലാക്കിയാണ് ടീച്ചേഴ്സ് അവരെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഈ ഒരു കുട്ടികളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, അവരുടെ ടാലൻസ് ആയിക്കോട്ടെ, അവരുടെ മെന്റൽ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് ഇതിൽ എന്തെങ്കിലും പ്രത്യേകതരം കോഴ്സുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതികളോ അപ്ലൈ ചെയ്യുന്ന ഒരു ഫോർമാറ്റ് എന്താണ്? അത് നമ്മൾ ഓൾറെഡി മോണ്ടിസോറി കോഴ്സ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഓൾറെഡി നമ്മളൊരു ട്രെയിൻ ചെയ്യും അതെങ്ങനെയാണെന്നുള്ളത്. അതിനാണ് ഞാൻ ചൈൽഡ് സൈക്കോളജിനെ പറ്റിയ ഒരു പേപ്പർ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അതെല്ലാം മോണ്ടിസോറി കോഴ്സിൽ അതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതിൻ്റെ ഏറ്റവും അവസാനമാണ് ഓരോ ക്ലാസ് റൂംസിൽ പോയി കുട്ടികളായിട്ട് ഡീൽ ചെയ്യണം, അവരെ പഠിപ്പിക്കണം. അത് ഒരു മാസത്തേക്കാണ് പോകേണ്ടത്, 1-2 ക്ലാസ്സസ് അല്ല, 1 മന്തായിട്ട് നമ്മൾ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഏതെങ്കിലും സ്കൂളിൽ പോയി നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അപ്പോഴത്തേക്കുമാണ് കുട്ടികളായിട്ട് നമ്മൾ കൂടുതലും അവരായിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവരെ മനസ്സിലാക്കി, അവരുടെ ടാലൻറ്റ് എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി അവരെ ഒന്ന് പൊക്കിക്കൊണ്ടുവരാൻ സാധിക്കുന്നത്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളൊന്ന് നമ്മൾ ഫ്രീ ആയിട്ട് വിടണം. അതായത് നമ്മൾ ക്ലാസ് റൂമിൽ തന്നെ പിടിച്ച് വെച്ചോണ്ടിരുന്നാൽ നമ്മൾ ടീച്ചർ പറയുന്ന പോലെ അവർ പെരുമാറത്തുള്ളൂ. അതിനാണ് മൂവ്മെൻറ്റ്. മോണ്ടിസോറി ക്ലാസ് റൂംസ് മൂവ്മെൻറ്റ് ബേസ്ഡ് ആണെന്ന് പറഞ്ഞു. പിള്ളേർ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെ പറ്റിയും അടങ്ങിയിരിക്കുന്ന കുട്ടികളെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. നമ്മളൊന്ന് പുറത്തിറങ്ങി, ഇപ്പോൾ സണ്ണിനെ പറ്റി പഠിക്കാൻ പുറത്തിറങ്ങിപ്പോയാൽ പഠിച്ചേ. അതിൽ പിള്ളേർ മൂവ് ചെയ്യുമ്പോഴത്തേക്കും ടീച്ചേഴ്സ് ശ്രദ്ധിക്കുക. അപ്പോൾ ചിലർ അടങ്ങിയിരുന്നാലും അവർ ചിലപ്പം തന്നെത്താനെ ഫ്രീ ആയിട്ട് വിടുമ്പോൾ പാട്ട് പാടുമായിരിക്കും. അപ്പോൾ ചിലർ നന്നായിട്ട് കളർ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കുട്ടികളുടെ കഴിവുകൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആ കഴിവിനെ പിന്നെ പതിയെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിൽ എക്സൽ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. അത് കിൻഡർ ഗാർഡൻ ലെവൽ കൊണ്ട് തന്നെ തീരുന്നില്ല. അത് മുന്നോട്ടുള്ള ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുമ്പോഴും അതനുസരിച്ചിട്ട് നമ്മൾ ആ കുട്ടികളെ ഡെവലപ്പ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടി വരും. ഓക്കെ മാം. അപ്പോൾ എന്തായാലും നമ്മൾ എത്രമാത്രമാണ് ഇത് ഹെൽപ്ഫുൾ ആവുന്നത്, ഒരു കുട്ടിയെ മനസ്സിലാക്കാനായിട്ട് ഇത് എത്രമാത്രം സഹായിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അപ്പം ഇതിൽ ടീച്ചേഴ്സ് അത് മനസ്സിലാക്കുന്നു, പേരൻസും കുട്ടികളെ മനസ്സിലാക്കി അവർക്ക് വേണ്ടത് എന്താണ് എന്ന് നമ്മളൊരു ഫസ്റ്റ്, ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു പഠനം കേട്ടത് എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് ഒരു റുട്ടീൻ ഉണ്ടെങ്കിൽ, ഇപ്പോഴത്തെ കാലത്ത് റുട്ടീൻ ഇല്ലാത്തതാണ് അല്ലെങ്കിൽ ഒരു ഹാബിറ്റ്സ് ഇല്ലാത്തതാണ്
കുറച്ചും അവരുടെ ഒരു മെൻ്റൽ ഡിസോർഡറിലേക്ക് അല്ലെങ്കിൽ ലൈഫ് ഒരു ഡിസോർഡറായി പോകുന്നത് എന്നുള്ളൊരു പഠനം. അത് ഏത് യൂണിവേഴ്സിറ്റി പറഞ്ഞതാണെന്ന് ഞാൻ ക്ലിയർലി ഓർക്കുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഞാനിങ്ങനെ കണ്ടതാണ്. അപ്പം നമ്മുടെ ലൈഫിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു റൂട്ടീൻ, അല്ലെങ്കിൽ മോർണിംഗ് ഇത്ര സമയത്ത് എണീക്കുന്നു, ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, കൈൻഡ് ഓഫ് ഒരു ഹാബിച്വൽ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്നിങ്ങനെ പറയുന്ന ഒരു സംഭവം. അപ്പം എന്തായാലും അത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സിസ്റ്റം കൂടിയാണ്. അത് മോണ്ടിസോറിയിലുണ്ട്. ഞാൻ നേരത്തെ സംസാരിച്ചതുപോലെ കുട്ടികൾ അവരുടെ കാര്യങ്ങൾ സ്വയമാണ് ചെയ്യുന്നത്. ഷർട്ട് ഇടുക, ബട്ടൺസ് ഇടുക, ഷോർട്സ് ഇടുക, ഷൂസ് കാലൊക്കെ സോക്സ് ഇട്ട് ഷൂസ് തന്നെ ടൈ ചെയ്യണം. ക്ലാസ് റൂമിൽ വന്നാലും ഓരോ അപ്പാരറ്റസ് എടുത്തുകൊണ്ട് വന്ന് പിന്നെ ബെല്ലടിക്കുന്ന കേൾക്കുമ്പം അത് എന്തിനാണുള്ളത് മനസ്സിലാക്കി ടൈഡി അപ്പ് ചെയ്യാനാണെങ്കിൽ അവർ തന്നെ ക്ലീനിങ്ങും ടൈഡിങ്ങും എല്ലാം സോഷ്യലായിട്ട് എങ്ങനെ ജീവിക്കേണ്ടതെന്ന് പഠിക്കുക. ട്രഡീഷണൽ ക്ലാസ് റൂമിലാണെങ്കിൽ അവരവിടെ ഇട്ടിട്ടങ്ങ് പോവും. ഇപ്പോൾ വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടിടണം, അത് ഇടേണ്ട സ്ഥലം, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് വെക്കേണ്ട പാത്രം, കട്ട്ലറീസ് ഉപയോഗിക്കേണ്ട രീതികൾ, ഇതെല്ലാം നമ്മളവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ വാസ്റ്റായിട്ടുള്ള കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡേ ടു ഡേ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളത് ചെയ്യുന്നതെങ്കിലും ഒത്തിരി കാര്യങ്ങൾ കുട്ടികളത് ഓരോ ആക്ടിവിറ്റിയിലും കൂടെ മോണ്ടിസോറി മെത്തേഡിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുവഴി എന്തുവാ ചെയ്യുന്നത്? മറ്റുള്ളവരെ ബഹുമാനിക്കാനും, മറ്റുള്ളവർ നമ്മളെ എങ്ങനെ ബഹുമാനിക്കണം, അവരെ എങ്ങനെ സ്നേഹിക്കണം. ഇപ്പോൾ ഒരാൾക്ക് ഒരെണ്ണം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാനുള്ളത്, നമ്മൾ ഷെയറിങ് ഈസ് കെയറിങ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കും. പക്ഷേ അത് പിള്ളേർ തന്നെത്താനെ പഠിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം 3 to 7 years ഞാൻ പറഞ്ഞു മോണ്ടിസോറി ക്ലാസ് റൂമിൻ്റെ ഏജ് ഗ്രൂപ്പ്. അപ്പോൾ മറ്റുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും, ഇപ്പം ഫോർ എക്സാമ്പിൾ 3 വയസ്സുള്ളൊരു കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ കളറിൻ്റെ കോൺസെപ്റ്റ് ആയിരിക്കും അവരെടുത്ത് ചെയ്യുന്നത്, കളർ മാച്ചിങ് ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് ഒരു 6 അല്ലെങ്കിൽ 7 വയസ്സുള്ള കുട്ടികൾക്ക് മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്സിലേക്ക് പോവാം. ലൈക്ക് 2 ബീഡ്സ് കൂട്ടുവെച്ച് അഡീഷൻ, അത് ചെയ്യാൻ പറ്റും. അപ്പം ഈ കുട്ടി കളർ ചെയ്യുന്നത് ഇപ്പോൾ ഗ്രീൻ കളർ തമ്മിൽ മാച്ച് ചെയ്യുന്നില്ല, ഒരു ഗ്രീനും റെഡും മാച്ച് ചെയ്യുന്നതെങ്കിൽ ചിലപ്പം 6 വയസ്സുള്ള കുട്ടികൾക്ക് അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ പാരൻസ് മനസ്സിലാക്കാത്തൊരു കാര്യമാണ് പിള്ളേർക്ക് എന്തുമാത്രം പഠിച്ചു എന്നുള്ള ലേണിംഗ് ഔട്ട്കം, എന്തുമാത്രം ഫലങ്ങൾ പിള്ളേർ ഇതിൽ നിന്ന് പഠിച്ചെടുത്തു എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബാസ്ക്കറ്റിലേക്ക് പല ടൈപ്പ് ആപ്പിൾസ് വെച്ചിരിക്കുക. അപ്പോൾ പല ഡിഫറെൻറ്റ് കളേഴ്സിൽ ആപ്പിൾസ് കിട്ടുമല്ലോ. അപ്പോൾ എന്താ പറയുക, ഒരു 5 റെഡ് കളറിലെ ആപ്പിൾ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ കുട്ടികൾ 5 ബാസ്ക്കറ്റ്, വേറൊരു ബാസ്ക്കറ്റ്, ചെറിയ ബാസ്ക്കറ്റായിട്ട് പോയി ആ വലിയ ബാസ്ക്കറ്റിൽ നിന്ന് 5 റെഡ് ആപ്പിൾസ് എടുത്തുകൊണ്ട് വന്നാൽ കുട്ടികൾ എന്തുമാത്രം കാര്യങ്ങളാണ് പഠിച്ചത്. നമ്മൾ നോക്കുമ്പം 5 ആപ്പിൾ എടുത്തുകൊണ്ട് വന്നു. ആദ്യമേ കൗണ്ട് ചെയ്യാൻ പഠിച്ചു 5 എണ്ണം. പിന്നെ ആപ്പിൾ, പല ഫ്രൂട്ട്സ് ഉണ്ടായിരിക്കും, ഗ്രേപ്സ് ഉണ്ടാവും, ഓറഞ്ച് ഉണ്ടാവും, ആപ്പിളൊക്കെ ഉണ്ടാവും. അതിൽ നിന്ന് തന്നെ ആപ്പിൾ നോക്കി 5 എണ്ണം എടുത്ത് റെഡ് എടുത്തോണ്ട് വരണം. അപ്പം എത്ര കാര്യങ്ങളാണ് പഠിച്ചിരിക്കുന്നത്. അപ്പം ആ ഔട്ട്കം കിട്ടുമ്പം ട്രഡീഷണൽ മെത്തേഡിനേക്കാളും കുറച്ച് താമസിച്ചേ കിട്ടത്തുള്ളൂ. പക്ഷെ കുട്ടികൾ ഒത്തിരി കാര്യങ്ങളും പഠിക്കുകയും ചെയ്യും. പിന്നെ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാനും ഒരു സൊസൈറ്റിയിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ള കാര്യങ്ങളും എല്ലാം പഠിച്ചെടുത്തു. ഓക്കെ, അപ്പം മാം എന്താണ് ആ ഒരു മോണ്ടിസോറിയിലൂടെ ആ ഒരു സ്റ്റുഡൻറ്റിനെ മാറ്റുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ ആ ഒരു ബെറ്റർ ഹ്യൂമൻ ബീങ് ആക്കി മാറ്റാന്നുള്ള ഒരു ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എങ്ങനെയാണ്, സ്റ്റെപ്സ് എങ്ങനെയാണ്, അതിനൊരു എന്താ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണ് എന്നുള്ളത് ഇപ്പം മാം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇനിയും ചില കാര്യങ്ങളൊന്നും ചോദിക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു ടീച്ചിങ്ങിനെ കുറിച്ച്. ഇപ്പം പലപ്പോഴും ഞാൻ കണ്ടുവരുന്ന ഒരു സംവിധാനം, അതിന് ശരിയാണോ തെറ്റാണോ തുടങ്ങിയ കാര്യങ്ങൾ മാമിൽ നിന്ന് എനിക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. കേൾക്കാം. സർഗക്ഷേത്ര 89.6 FM ഉയരയിലൂടെ. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഈ പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറക് ഒരുക്കി കൊടുക്കുന്നത് ഒരുപാട് പേരുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് പേരൻസ് ആൻഡ് ടീച്ചേഴ്സ്. ഇപ്പം നമ്മൾ പേരൻസിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പം അതിൽ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്ന ആളുകളാണ് ഈ ഒരു മോണ്ടിസോറി അധ്യാപകരായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം സാധാരണ നമ്മൾ ട്രഡീഷണൽ മെത്തേഡിൽ പഠിപ്പിക്കുന്നവരായിക്കോട്ടെ. എൻ്റെ കണ്ടുവരുന്ന ഇപ്പോൾ ഒരു കാര്യം, ഇപ്പം ഞാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാര്യം മാമിനോട് ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു. സംഭവം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ +2 കഴിഞ്ഞ ആർക്കും എന്നാൽ പിന്നെ നഴ്സറി അങ്ങ് പഠിക്കും, അല്ലെങ്കിൽ ഒരു നഴ്സറി ടീച്ചർ ആവാം എന്നുള്ളൊരു ധാരണയിൽ അവർ പോയി പഠിക്കുന്നു, കുട്ടികളെ പഠിപ്പിക്കുന്നു, അവർ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നു, തിരിച്ച് വീട്ടിൽ പോകുന്നു. അങ്ങനെയുള്ളൊരു സംവിധാനം. ആർക്കും നഴ്സറി ടീച്ചർ ആവാം എന്നുള്ളൊരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു ധാരണയുണ്ട്. ഇത് തെറ്റിദ്ധാരണയാണോ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ധാരണയാണോ? എന്താണ് ഈ ഒരു സിസ്റ്റത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ആർക്കും വന്നാൽ നഴ്സറിയിൽ പോയി പഠിപ്പിക്കാം എന്നുള്ളൊരു ധാരണയെക്കുറിച്ച് എന്താണ് മാമിന് പറയാനായിട്ടുള്ളത്? അത് വളരെ ഒരു നല്ല ക്വസ്റ്റ്യനാണ്. കാര്യം ഏറ്റവും ബുദ്ധിമുട്ട് പഠിപ്പിക്കാൻ കിൻഡർഗാർട്ടൻ ലെവലാണ്, KG ലെവലിലാണ് ഏറ്റവും കുട്ടികളെ പഠിപ്പിക്കാൻ.
ഇന്നലെ ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റി പണ്ട് നടത്തിയൊരു ഇതിൽ റിസർച്ചിൽ പറയുന്നുണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ ലോകത്തിലേക്ക് പെയ്ഡ് ടീച്ചേഴ്സ് കിൻഡർഗാർട്ടൻ ലെവലിലായിരിക്കണം. കാര്യം ആ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേഷ്യൻസ് വളരെ അത്യാവശ്യമാണ്. അവരെ സ്നേഹിക്കാനും കെയർ ചെയ്യാനുള്ള നമ്മളെ തന്നെ എളിമപ്പെടുത്തി അവരുടെ ലെവലിലേക്ക് വന്ന് അവരെ മനസ്സിലാക്കി പഠിപ്പിക്കണം. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ +2 കഴിഞ്ഞിട്ട് പെട്ടെന്ന് വന്നിട്ട് ഏതെങ്കിലും NTTC കോഴ്സോ മോണ്ടിസോറി കോഴ്സോ പഠിപ്പിച്ചിട്ട് ടീച്ചർ ആവാൻ പറ്റും, ആർക്കും പറ്റും. പക്ഷെ നല്ലൊരു മോണ്ടിസോറി ടീച്ചർ ആവണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ക്വാളിറ്റീസും വേണം. കുട്ടികളുടെ ലെവലിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ സ്നേഹിച്ച് അവരെ കരുതി നമ്മുടെ സ്വന്തം കുട്ടികളെ പോലെ വളരെ ക്ഷമയോടുകൂടി പഠിപ്പിക്കുകയാണെങ്കിൽ അതിന് ശരിക്കും നല്ലൊരു ഡിവൈനായിട്ടുള്ളൊരു ബ്ലെസ്സിങ്ങും കൂടെ വേണം. എങ്കിൽ മാത്രമേ നല്ലൊരു മോണ്ടിസോറി ടീച്ചറാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടും സമയമെടുത്തും ചെയ്യേണ്ട ഒരു ജോലിയും കൂടെയാണ്. കോളേജിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ലെക്ചർ ചെയ്ത് നോട്ട്സ് കൊടുത്തിട്ട് നമുക്ക് പോവാം. ഇവിടെ നമുക്കത് സാധിക്കത്തില്ല. കുട്ടികളുടെ കൂടെ ഇരുന്ന് അവരുടെ കഴിവ് എന്താണ്, അവർക്ക് ഏത് മേഖലയിലാണ് അവർക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന സാധിക്കുക, അതെല്ലാം മനസ്സിലാക്കാനുള്ളൊരു കഴിവ് ആ ടീച്ചറിനുണ്ടായിരിക്കണം. അവർക്കൊരു ഫ്രീഡം കൊടുത്തിട്ട് അവരുടെ ശരിക്കും ഒബ്സർവ് ചെയ്യുക, നമ്മൾ അവരെ ശരിക്കും സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് അവരുടെ കഴിവ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചില്ലറ കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോഴത്തേക്കും അൺഫോർച്ചുനേറ്റ്ലി ഏറ്റവും ലോ പെയ്ഡ് ടീച്ചേഴ്സാണ് ഞങ്ങൾ. എല്ലാവരും ഞങ്ങളെ കാണുന്നതോ കിൻഡർഗാർട്ടൻ ടീച്ചേഴ്സ് അല്ലേ, പക്ഷേ ഞങ്ങൾ കൊടുക്കുന്ന സ്ട്രെയിൻ എല്ലാ ടീച്ചേഴ്സിനും ഡെഡിക്കേറ്റിംഗ് ടു ഓൾ ദ കിൻഡർഗാർട്ടൻ ടീച്ചേഴ്സ്. ഞങ്ങളുടെ പെയിനും സ്ട്രെയിനും അത്രയുണ്ട്. പക്ഷേ ഞങ്ങളത് പറയാത്തത് ഞങ്ങളുടെ ജോലി നന്നായിട്ട് സ്നേഹത്തോടുകൂടി ചെയ്യുന്നതുകൊണ്ട്, ആ കുഞ്ഞു കുട്ടികളെ കുട്ടികൾ അത്രയ്ക്ക് സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്കൊരു കംപ്ലൈൻറ്റ് ഇല്ലാത്തത്. ഞങ്ങൾ ആരും ഞങ്ങളുടെ പൈസ കൂട്ടണമെന്ന് പറഞ്ഞ നിങ്ങൾ ഒരിടത്തും കേട്ടിട്ടുണ്ടാവില്ല, ഒരിടത്തും കേട്ടിട്ടില്ലല്ലോ. കാരണം ഞങ്ങൾ അത്രയ്ക്ക് സ്നേഹത്തോടെ കുട്ടികളെ ചെയ്യുന്നത്. യെസ്, ആ ഒരു വാത്സല്യം മാമിന്റെ ആ ഒരു വാക്കിലൂടെ ഇപ്പം കേൾക്കാനായിട്ട് സാധിച്ചു. അത്രയ്ക്കൊരു വാത്സല്യം ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു മോണ്ടിസോറി അല്ലെങ്കിൽ കിൻഡർഗാർട്ടൻ ടീച്ചറാൻ സാധിക്കത്തുള്ളൂ. അതല്ലെങ്കിൽ ജോ പറഞ്ഞ പോലെ ആർക്ക് വേണമെങ്കിലും +2 കഴിഞ്ഞിട്ടൊരു ടീച്ചറാവാം. പക്ഷെ അതിനുള്ള ക്ഷമ, ആ ഒരു ഏജിൽ അത്രയും ക്ഷമ വേണമെങ്കിൽ +2 കഴിഞ്ഞിട്ട് വരുന്നൊരു 19-20 വയസ്സല്ലേ ഉള്ളൂ. ക്ഷമ വേണമെന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു മനക്കരുത്തൊക്കെ വേണം. അതെ, ഞാൻ ഇവർക്ക് വേണ്ടി നിൽക്കും എന്നുള്ള ഒരു മെന്റൽ ഒരു എബിലിറ്റി തന്നെ ഉണ്ടാക്കി. പല സിറ്റുവേഷൻസ് ഉണ്ട്. ചിലപ്പോൾ പിള്ളേരെ വഴക്കുണ്ടാക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും. അത് ആ സിറ്റുവേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു മോണ്ടിസോറി ടീച്ചിങ്ങിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു. എന്തായാലും നമ്മുടെ പ്രോഗ്രാം ഒരു കൺക്ലൂഷൻ ലെവലിലേക്ക് പോകുമ്പോൾ മാമിന് ഇനി കൺക്ലൂഷൻ പറയേണ്ട ഒരു ഉത്തരവാദിത്വമാണ് ഇനി ബാക്കിയുള്ളത്. ഇനിയിപ്പോൾ മാം കൺക്ലൂഷൻ പറയുമ്പോൾ 2 കൂട്ടരോടായിട്ടാണ് പറയാനായിട്ടത്. അപ്പം ഒന്ന്, ഇത് പഠിപ്പിക്കാനായിട്ട് തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനൊരു എന്നാൽ ഒരു മോണ്ടിസോറി ടീച്ചിങ് ലെവലിലേക്ക് പോകാം എന്നിപ്പോൾ ചിലവർക്കൊക്കെ ഇപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. കാരണം ചില ടീച്ചേഴ്സ് ഉണ്ട്, ഞാൻ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്കറിയാം ഓരോ ബഡ്സാണ് ഓരോ കുട്ടികൾ. ഇപ്പം അവർ ബഡ് ചെയ്ത് വരുന്ന ഈ ഒരു കാലഘട്ടത്ത് അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത്രയും ക്ഷമയോടുകൂടെ കുട്ടികളെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് ടീച്ചിങ്ങിലേക്ക് വരുന്നവരുണ്ട്. അപ്പം അവരോട് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു മോണ്ടിസോറി ടീച്ചിങ്ങിലേക്ക് വരുന്നവരോട് എന്താണ് പറയാനായിട്ടുള്ളത്? മോണ്ടിസോറി ടീച്ചിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ മോണ്ടിസോറി മെത്തേഡിനെ കുറിച്ച് പേരൻസിനോട് എന്താണ് ഇനി അവസാനമായിട്ട് പറയാനായിട്ടുള്ളത്? ഇങ്ങനെ 2 കർത്തവ്യങ്ങളാണുള്ളത്, 2 ശ്രോതാക്കളാണുള്ളത്. അവരോട് എന്താണ് കൺക്ലൂഷനിലായിട്ട് മാമിന് പറയാനായിട്ടുള്ളത്? ആദ്യം തന്നെ ഞാൻ പാരൻസിലേക്കാണ് വരുന്നത്. കാര്യം കുട്ടികളുണ്ടായി, അവരെ നമ്മുടെ സ്കൂളിലേക്ക് അവർ കൊണ്ടുവന്നായിരുന്നു. പാരൻസ് പിന്നെ അവരുടെ ജോലികളിലേക്കൊക്കെ പോകുന്നു. പക്ഷെ എത്ര തിരക്കുള്ള പാരൻസ് ആണെങ്കിലും ഈ കുട്ടികളെ ഒന്ന് കെയർ ചെയ്യണം. എല്ലാ ദിവസവും ആ കുട്ടികൾ വരുമ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാലും ഞാൻ ഒന്നും കൂടെ സ്ട്രെസ് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. ആ കുട്ടികളെ ഒന്ന് മനസ്സിലാക്കി അവർക്ക് എന്താ വേണ്ടതെന്ന് മനസ്സിലാക്കുക. പഠിക്കുന്ന സമയത്തും അവിടെ ഇരുന്ന് ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും ഒരു അരമണിക്കൂർ മതി. അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ്, ഒത്തിരി സമയം ഉണ്ടത്. നമുക്ക് അരമണിക്കൂറും തോന്നിയാൽ 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒത്തിരി സമയമാണ്. ആ കുട്ടികളോട് അവിടെ ഇരുന്ന് അവരെ കളർ ചെയ്യുന്നതെന്നൊക്കെ നോക്കി അപ്രീഷിയേറ്റ് ചെയ്യുക, വഴക്ക് പറയാതെ. നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്നിട്ട് ഇച്ചിരി കറക്ഷൻസ് കൊടുക്കും. ഒരു കളർ ചെയ്യുവാണെങ്കിൽ ഫോർ എക്സാമ്പിൾ പുറത്തേക്ക് പോയെങ്കിൽ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതിൻ്റെ അകത്ത് തന്നെ ആണെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവത്തില്ലേ? ഇപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു പൂ കളർ ചെയ്യുവാണെങ്കിൽ കുറച്ച് സ്ഥലത്ത് കളർ ചെയ്തിട്ടില്ല, അപ്പോൾ ഒന്ന് പറഞ്ഞു കൊടുക്കുക, ഇതും കൂടെ കുറച്ച് ഡാർക്കൺ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവത്തില്ലേ? എന്നിട്ട് കമ്പയർ ചെയ്ത് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ചെറിയ ചെറിയ മെത്തേഡ്സാണ്. ഇപ്പോൾ പിള്ളേർക്കും സന്തോഷം തോന്നും, പിള്ളേർക്കും കൂടുതൽ നന്നായിട്ട് ചെയ്യാനുള്ള ആക്ടിവിറ്റി ആയിട്ട് തോന്നും. അപ്പോൾ ശരിക്കും നല്ലൊരു ലവ് ബോണ്ട്, ഒരു സ്നേഹം അവിടെ ഉണ്ടാകുന്ന ഒരു ഫാമിലി ആയിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻഡിവിജ്വൽസ് വളർന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഇടയ്ക്കൊക്കെ പത്രത്തിൽ വായിച്ചു ഒത്തിരി റാഗിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനത്തെ ആൾക്കാർ ഉണ്ടാവത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യാനും സ്നേഹിക്കാനൊക്കെ പഠിക്കും. അതിൽ ടീച്ചേഴ്സ് എന്ന നിലയ്ക്ക് ടീച്ചേഴ്സിന് വേണ്ടത് ഈ പറഞ്ഞ പോലെ തന്നെ പേഷ്യൻസ്. ക്ലാസ്സിലിരിക്കുമ്പം കുട്ടികളിങ്ങനെ തെറ്റ് ചെയ്യുമ്പം വഴക്ക് പറഞ്ഞ്
കൊടുക്കാതെ ഓക്കെ നമുക്ക് ഒത്തിരി പേഷ്യൻസ് വേണം ടീച്ചേഴ്സ് എന്ന നിലയ്ക്ക്. ചിലപ്പോൾ 10 പ്രാവശ്യം പറഞ്ഞു കൊടുത്താലും മനസ്സിലാകാത്ത കുട്ടികളുണ്ട്. അവർക്കൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്ത് അവരൊന്ന് പഠിപ്പിച്ച് നമ്മുടെ അൾട്ടിമേറ്റ്ലി പഠിക്കുന്ന കുട്ടികൾ പഠിച്ചു പോകും. പക്ഷെ പഠിക്കാൻ കഴിവില്ലാത്തൊരു കുട്ടി, ആ കുട്ടി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കളറിങ്ങിന് തന്നെ എടുക്കാം, നന്നായിട്ട് കളർ ചെയ്യാൻ, ആ സർക്കിളിൻ്റെ അകത്ത് കളർ ചെയ്യാൻ എബിലിറ്റി ഇല്ലാത്തൊരു കുട്ടി 10 പ്രാവശ്യത്തിൽ 11ാമത്തെ പേപ്പർ എടുത്തപ്പം അതിൻ്റെ അകത്ത് തന്നെത്താനെ വരച്ച് കളർ ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം, ആ സന്തോഷം ടീച്ചേഴ്സിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഐ ടെൽ യു യു ആർ എ വെരി ഗുഡ് ടീച്ചർ. ഓക്കെ, ആ സന്തോഷം ഒരുപാട് തവണ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി പറയുന്ന ആ ഒരു ഇത് നമുക്ക് കേൾക്കാനാണ്. ആ ഒരു സൗണ്ടിങ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ എന്തായാലും മാം, എന്താണ് മോണ്ടിസോറി എന്നുള്ളതും എങ്ങനെയാണ് ഇത് കുട്ടികൾക്ക് ബെനഫിഷ്യലായി മാറുന്നത് എന്നുള്ളതൊക്കെ മാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, ഇപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ കേട്ടിരുന്നു പോവുക. ഇപ്പം ഇടയ്ക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇൻ ഫ്യൂച്ചറിൽ നമ്മൾ എൻ്റെ ഫ്രണ്ട്സിനോടാണെങ്കിലും ഞാൻ സജസ്റ്റ് ചെയ്യും എന്ന് പറയത്തക്ക വിധത്തിൽ എന്താണ് ഇതെങ്ങനെയാണ് നമ്മൾക്ക് കുട്ടികൾക്ക് അല്ലെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വലിനെ എങ്ങനെയാണ് അത് രൂപാന്തരപ്പെടുത്തുന്നത് തുടങ്ങിയ കാര്യങ്ങൾ മാം പറഞ്ഞു തന്നു. സോ താങ്ക് യു സോ മച്ച്. ഇപ്പം എന്തായാലും എനിക്ക് തോന്നുന്നു ഇപ്പം നമുക്കിപ്പോൾ എന്തായാലും അവധി സമയമാണ്. അതിനുശേഷം കുട്ടികൾക്ക് ഇനിയിപ്പം പുതിയൊരു പഠിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ പഠിക്കാനായിട്ട് സ്കൂളിലേക്ക് പോകാമെന്ന് ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുന്ന കുട്ടികളെ എന്നാൽ പിന്നെ മോണ്ടിസോറിയിൽ ഒന്ന് ചേർത്തേക്കാം എന്ന് പേരൻസിനെ തോന്നിക്കുന്ന വിധത്തിൽ അതിൻ്റെ ആശയങ്ങൾ മാം പങ്കിട്ടിട്ടുണ്ട്. സോ എനിവേ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് അസ്. ഓക്കെ, താങ്ക് യു ജോ. ആൻഡ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വളരെ താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഇതിന്ന് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കട്ടെ. ഓഫ് കോഴ്സ്, താങ്ക്സ്. വിചാരമല്ല, നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ മാം, വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഉയരെ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സോ ദിസ് ഈസ് ആർജെ ജോ സൈനിങ് ഓഫ് ഫ്രം ഉയരെ ആൻഡ് യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.